വിടണം. ചതുപ്പ് പ്രദേശമാണെങ്കിൽ അതിന് ഇത്ര ആഴത്തിൽ പുറ്റും കൊടുക്കണം, അതിന് ഇത്ര എമ്മിന്റെ കമ്പി ഫിറ്റ് ചെയ്യണം. ഇത്ര തട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റിക്ക് ബീമിന് ഇത്ര ഉപയോഗിക്കണം. നിയമങ്ങളുമുണ്ട്. മുകളിലാണെങ്കിൽ ബെൽറ്റ് വാർക്കണമെന്നില്ല, ചതുപ്പാണെങ്കിൽ ബെൽറ്റ് വാർത്തേ പറ്റൂ, ഇല്ലെങ്കിൽ വിള്ളൽ കുടുങ്ങും, പൊട്ടൽ കുടുങ്ങും, ചെറിയ ജെർക്കിങ് വരുമ്പോഴേക്ക് അതപ്പതിച്ച് താഴേക്ക് വീണുപോകും. ഇത്ര ചട്ടി സിമെന്റിന് ഇത്ര മണലാണ് മിക്സ് ആക്കേണ്ടത്, അതിലേക്ക് ഇത്രയാണ് മെറ്റൽ വേണ്ടത്. ഇതൊരു പൊതു നിയമമാണ്. ഈ നിയമം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ജോലിക്കാരെ വെച്ച് നോക്കാൻ സൂപ്പർവൈസർമാർ നിശ്ചയിക്കുകയാണ്. ആദ്യം പ്ലാനും പദ്ധതിയും എഞ്ചിനീയറെ വെച്ചുകൊണ്ട് നിർമ്മിക്കുകയാണ്. ശേഷം ഇതിന്റെ എസ്റ്റിമേറ്റും ഇതിന്റെ എല്ലാ പദ്ധതികളും പ്ലാനുകളും നാം നിശ്ചിത ഓഫീസുകളിൽ പോയി അവിടെ നിന്ന് അതിന്റെ അംഗീകാരം വാങ്ങുകയാണ്. എന്നിട്ട് ശേഷം ഉണ്ടാക്കുന്ന സമയത്ത് അതാത് സമയത്ത് നനച്ചു കൊടുക്കലും മറ്റും ശ്രദ്ധിക്കുകയാണ്. ഇതൊക്കെ നടത്തിയാൽ തന്നെ മെയിൻ സ്ലാബ് വാർക്കുന്ന അന്ന് സ്പെഷ്യലായി ഭക്ഷണം ഉണ്ടാക്കുന്നതോടൊപ്പം സ്പെഷ്യലായി കമ്പിയും കൊടുത്ത് ജബാനിയാക്കളെ കുത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തേ? ഇതിന്റെ ഈ മിശ്രിതം എല്ലാ സ്ഥലത്തും കൂടെ പോയെങ്കിലേ അത്രത്തോളമാണ് ബിൽഡിങ്ങിന് ഉറപ്പ്. പിന്നീട് അതിന്റെ വെള്ളം നനക്കലും മറ്റുമൊക്കെ നടത്തുകയാണ്. ഇതൊരു കേവലം ഒരു 50 കൊല്ലത്തേക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ കെട്ടിടത്തിന്റെ കാര്യമാണെങ്കിൽ, എന്നാൽ തന്നെ ഇപ്പൊ ചൂട് കൂടുതലായി ജനലും വാതിലും ഒക്കെ ഓപ്പൺ ആക്കിയാലും ഉള്ളിൽ കടക്കാൻ പറ്റാത്ത വിധം വിഷമം. ഇങ്ങനെയുള്ള ഒരു താൽക്കാലികമായ ഷെഡിനാണ് ഇത്രത്തോളം ശ്രദ്ധിക്കുന്നതെങ്കിൽ ഖാലിദീന ഫീഹാ അബദാ യോഗം വരാനുണ്ട് മുഅ്മിനീങ്ങളെ. അവിടെ ഇമ്മാ ഫരീഖുൻ ഫിൽ ജന്ന വ ഇമ്മാ ഫരീഖുൻ ഫിസ്സഗീർ. ഒന്നുകിൽ അവൻ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അവൻ നരകത്തിലേക്ക്. 2 വിഭാഗമായി ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണ്? നിസ്കരിക്കുന്നവരല്ല, നോമ്പനുഷ്ഠിക്കുന്നവരല്ല, താടി വെച്ചവരോ തലപ്പാവുള്ളവരോ അല്ല, ഇസ്ലാമിന്റെ പേരുള്ളവനോ മുസ്ലിമായി കൊണ്ട് മാത്രം ഭാഗ്യമായി ജീവിച്ചവനോ അല്ല. അവിടെ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം, അവൻ ബാഹ്യമായി മാത്രം നന്നായത് കൊണ്ടായില്ല, അവന്റെ ഹൃദയം പരിപൂർണമായി സംസ്കരിക്കപ്പെടണം. ഹൃദയത്തിൽ നിന്ന് വേണ്ടാത്തതെല്ലാം മാറ്റം ചെയ്യണം. അങ്ങനെ യഥാർത്ഥ ചാനലിലൂടെ മാത്രം ഹൃദയം സ്ഫുടം ചെയ്തെടുക്കുക ഒരിക്കലും സ്വർഗത്തിലില്ല. അവിടെ ഒരുപക്ഷെ പാരമ്പര്യത്തിൽ മുസ്ലിമായിരിക്കാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കാളും വലിയ പാരമ്പര്യമുണ്ടോ? 950 കൊല്ലം ദീനീ പ്രബോധനം നടത്തിയ, ദീനീ തബ്ലീഗ് നടത്തിയ വലിയ ആക്റ്റീവ് വർക്കറായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട മകൻ കൻആൻ നരകത്തിലാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പേരെടുത്ത് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ സ്വർഗത്തിൽ നേതൃത്വം വഹിക്കുമ്പോൾ ഭാര്യ നരകത്തിലാണ്. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു പറയുമ്പോ എളാപ്പ ആദർ നരകത്തിലാണ്. ലോകം അടക്കി ഒതുക്കി ഭരിച്ച ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി നരകത്തിൽ നേതാവാകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആസിയ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണ്. ഹബീബ മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വർഗത്തിലെ ലീഡറാകുമ്പോ അവിടുത്തെ പിതൃവ്യനായ അബൂ ലഹബ് അതിശക്തമായി നരകത്തിൽ തന്നെ. അതുകൊണ്ട് ഇസ്ലാം മുസ്ലിം എന്ന് പേരുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ കുടുംബപരമായ കണക്ഷൻ ഉണ്ടായത് കൊണ്ടോ നരകത്തിൽ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഇനി അറബി ഭാഷയിലാണ് പേര്. അങ്ങനെയാണെങ്കിൽ അബൂ ജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് ഒക്കെ നല്ല അറബി ഭാഷയിലുള്ള പേരാണ്. പേരുകൊണ്ട് മാത്രം ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. ഇനി ഇബാദത്ത് കൂടുതൽ ചെയ്തു, നമ്മൾ ഈ തർക്കത്തിൽ ഇടപെടുന്നില്ല, വിഷയങ്ങളൊന്നും പോകുന്നില്ല. അല്ലാഹുക്ക് അങ്ങോട്ട് നിസ്കരിക്കല്ലേ, നല്ല നിസ്കാരം, സുജൂദ് അങ്ങ് വർദ്ധിപ്പിക്കുക,
നന്നായിട്ട് ഇബാദത്തെടുക്കുന്നു. അതിലൊന്നും എനിക്ക് അത്ര കച്ചിത്വം ചേരാനൊന്നുമില്ല. ഞാൻ അതൊന്നും വലിയ പ്രശ്നമാക്കുന്നില്ല, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ ആദരിക്കണമോ, മക്ബറയിലേക്ക് പോകണമോ, അവിടുത്തെ തിരുകേശത്തെ ബഹുമാനിക്കണമോ, മൗലിദ് ഓതണം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ നന്നായി ഇബാദത്തെടുക്കുന്നു. അങ്ങനെ വെറും സുജൂദിൽ മാത്രം കിടന്നാൽ സ്വർഗത്തിലെത്തുമോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ തന്നെ ഉണ്ടാകേണ്ടിയിരുന്ന ആളാണ് അസാസീൽ. പക്ഷേ നന്നായി സുജൂദ് ചെയ്തു, 7 ആകാശലോകത്ത് ഇനി ആ ചങ്ങാതി സുജൂദ് ചെയ്യാൻ ഒരു ചെറിയ സ്പോട്ട് പോലും ബാക്കിയില്ല. അത്രയും കൂടുതൽ ഇബാദത്തെടുത്ത ആളാണ്. പക്ഷേ ആൾ അഭിശപ്തനായി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി എന്ന പേര് കിട്ടി. അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നു, നരകത്തിലെ ലീഡറാണ്. എന്തുകൊണ്ട്? ഇബാദത്തിന്റെ കുറവല്ല, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണമെന്ന ഒരു വലിയ വിശ്വാസത്തിന്റെ മർമ്മമായ തത്വം. അള്ളാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, ആദരിക്കപ്പെടേണ്ടതിന് ആദരിക്കപ്പെടണം. അത് കല്ലെങ്കിൽ കല്ല്, മണ്ണെങ്കിൽ മണ്ണ്, വെള്ളമെങ്കിൽ വെള്ളം, ആസാറുകളാകുന്ന വിശുദ്ധ വസ്തുക്കളാണെങ്കിൽ അവ ഏതാണെങ്കിലും, അവിടെ ഇനിയിപ്പോ പാത്രം, വസ്ത്രം, മുടി, ചെരുപ്പ് എന്നൊന്നും പറയണ്ട, ഏതാണെങ്കിലും അല്ലാഹു തആല ആദരിച്ചതിനെ, അത് മഖാം ഇബ്രാഹിം ആകുന്ന കല്ല്, ഇബ്രാഹിം നബിയുടെ പാദം തട്ടിയ ബർക്കത്താണെങ്കിൽ സംസം വെള്ളമാകുന്ന വെള്ളം, ഇസ്മായിൽ നബിയുടെ പാദം അടിച്ചടത്ത് ഉറവയെടുത്ത വെള്ളമാണെങ്കിൽ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിറക്കപ്പെട്ട കല്ലാണ്. അറഫ മരുഭൂമി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. ഇതിനെല്ലാറ്റിനെയും ആദരിക്കണം, ബഹുമാനിക്കണം. അത് ഇസ്ലാമിന്റെ മർമ്മമാണ്. ഞാൻ പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ബാഹ്യമായ ഇസ്ലാമിനല്ല, ആന്തരികമായ ഇസ്ലാമിനാണ്. അഥവാ മർമ്മപ്രധാനമായ വിശ്വാസത്തിനാണ് ഇസ്ലാം എക്കാലത്തും പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണല്ലോ നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് 1.25 ലക്ഷം പ്രവാചകന്മാർ വന്നു, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വരെ. അതിനിടയിലൊക്കെ വന്ന ശരീഅത്തുകൾക്ക് അഥവാ ഭൗതിക ലോകത്ത് ചെയ്യുന്ന നിയമങ്ങൾക്കൊക്കെ ഏറെക്കുറെ മാറ്റിത്തിരുത്തലുകളൊക്കെ ഉണ്ട്, മാറ്റങ്ങളൊക്കെ ഒരു ശരീഅത്ത് മാറിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസപരമായ രംഗം അന്ന് മുതൽ ഇന്ന് വരെ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരിക്കലും കർമ്മൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആകാം. അതേ സമയത്ത് വിശ്വാസരംഗത്ത് ഉറച്ചു തന്നെ നിൽക്കണം. അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന അഴകുഴമ്പൻ നയം ഇസ്ലാമിൽ ഇല്ല. മഹബത്തും രണ്ടാണ്. ഒന്ന്, മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു തരം അനുകരണം. മറ്റൊന്ന്, അംഗീകരിക്കുന്നു, ബാഹ്യമായി വഴിപ്പെടുന്നു, പക്ഷെ വേണ്ടതുപോലെ ഉള്ളിൽ അത്രയൊന്നും ആദരിക്കേണ്ടതില്ല, അത്രയൊന്നും സ്നേഹിക്കേണ്ടതില്ല എന്ന തോന്നൽ. ഇതും ഇസ്ലാം നിരാകരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിൽ 3 വിഭാഗം ആളുകൾ, 2 വിഭാഗം നരകത്തിലേക്കും 1 വിഭാഗം സ്വർഗത്തിലേക്കും. അതേതാണ്? ഒരു വിഭാഗം സ്വർഗത്തിലേക്കുള്ളത് മുഅ്മിനീങ്ങളാകുന്ന മുസ്ലിമീങ്ങൾ, അവര് സ്വർഗത്തിന്റെ അവകാശികളാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തീർമാറാവട്ടെ. മറ്റൊന്ന്, സത്യനിഷേധികളായ കാഫിറുകൾ, മുശ്രിക്കുകൾ, അവരേതായിരുന്നാലും നരകത്തിലാണെന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ മൂന്നാമത് അന്ന് തന്നെയുള്ള വേറെ വിഭാഗമുണ്ട്, മുനാഫിഖുകൾ. ഇവര് മുസ്ലിങ്ങളെ കൂടെ നടക്കുകയും മുശ്രിക്കുകളെ കൂടെ നരകത്തിൽ പോവുകയും ചെയ്യുന്ന ടീമാണ്. ബാഹ്യമായി പള്ളിയിൽ വരുന്നു, 5 നേരം നിസ്കരിക്കുന്നു, ജമാഅത്ത് നിസ്കാരത്തിൽ സഹകരിക്കുന്നു, മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നു, കണ്ടാൽ പുഞ്ചിരിക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു, റസൂലുള്ളാഹി അഥവാ പുറകിലായി ശബ്ദം കേൾക്കാതെ വന്നാൽ റായിനായ റസൂലുള്ളാഹ് ഞങ്ങളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഇത്തിരി ഉച്ചത്തിൽ പറയണമെന്ന് ആവശ്യപ്പെടുന്നു. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ ബാഹ്യമായ ശത്രുക്കളോട് ഏറ്റുമുട്ടുന്ന ജിഹാദ് നടത്താൻ 40 ദിവസമല്ല, 12 ദിവസമല്ല, 16 ദിവസമല്ല, മാസങ്ങളോളം വിശാല മരുഭൂമിയിലൂടെ കുടിക്കാൻ വെള്ളം പോലും സ്റ്റോക്കില്ലാതെ, കുടുംബത്തോട് ഇനി കാണുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ കഴിയാതെ യാത്ര പറഞ്ഞ് ത്യാഗം സഹിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പോയിരുന്നു.
12 ദിവസത്തെ ജമാഅത്തിന് പോകുമ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. 40 ദിവസത്തെ ജമാഅത്തിന് പോയാൽ കസ്കസ്, മല്ലിച്ചപ്പ, പുതിന, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള പൊന്നി അരി, മേരേജ് അരിയൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. അല്ല, നമ്മൾ ക്യാമ്പിന് പോകുമ്പോൾ നമ്മൾ പറയാൻ ആ രീതിയിലൊക്കെയാണ്. നല്ല കടന്നുറങ്ങാൻ പള്ളിയുണ്ട്, അതുപോലെ കുളിക്കാൻ കുളമുണ്ട്, അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ സ്വന്തം വീട്ടുകാരോട് മരണത്തിലേക്ക് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അത്രത്തോളം ത്യാഗം സഹിച്ച ആളുകൾ, അതും ഈ ഘട്ടത്തിലല്ല, ഉത്തമ നൂറ്റാണ്ടിൽ. പക്ഷെ അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ. അവിടെയാണ് വിഷയത്തിന് മർമ്മം കിടക്കുന്നത്. ഇന്നൽ മുനാഫിഖീന, നിശ്ചയമായും മുനാഫിഖുകൾ നരകത്തിലെ ഏറ്റവും ചൂളമാണ്. ഇത് നിങ്ങൾക്ക് ഒന്ന് പുനരാലോചനക്ക് പറയാമായിരുന്നു. ദക്ഷിണയുടെ തീരുമാനമാണെങ്കിലും ഒന്നുകൂടെ ആലോചിക്കണം എന്ന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു നോക്കായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതനാണെങ്കിൽ വിശദീകരണം തേടാമായിരുന്നു. അതേസമയം ഇസ്ലാമിന്റെ സ്ഥാപകനായ, ഇസ്ലാമിന്റെ നേതാവായ, മുഴുവൻ സൃഷ്ടികളുടെയും ആളായ, രക്ഷിതാവായ പടച്ചതമ്പാൻ ആശങ്കക്കിടമില്ലാത്ത വിധം പറയുന്നു, മുനാഫിക്കുകൾ നരകത്തിന്റെ അടിയിലെ തട്ടിലാകുന്നു. അല്ല എന്നത് ഉറപ്പ്. അന്നില്ലല്ലോ വീരപ്പൻ. ശോഭരാജിന്റെ ടീമും അല്ല, അന്നും ഇല്ല. ഏതെങ്കിലും ഒരു സ്ത്രീ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതി കേസിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയ കേസിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ആരാണ് 5 നേരത്തെ ജമാഅത്ത് നിസ്കാരത്തിന് ഹബീബ മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് നിസ്കാരത്തെ സംബന്ധിച്ച ആളുകൾ, റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ട ആളുകൾ, നിബിത്തങ്ങളെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ നടന്ന ആളുകൾ, ഈ ആളുകളെ കുറിച്ച് അൽഹംദുലില്ലാഹ് നമ്മളെ പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ ധാരാളം ആളുകളാണ്. ടൗൺ പള്ളികളിലൊക്കെ ബാങ്ക് അങ്ങോട്ട് വിളിച്ചാൽ പിന്നെ സൗദി അറേബ്യയിൽ ചെന്നതുപോലെയാണ്. കടകളൊക്കെ തുറന്നു വെക്കുന്നേ ഉള്ളൂ. എല്ലാ കച്ചവടക്കാരും അത്യാവശ്യ ആളുകൾ നിർത്തി, ഓട്ടോറിക്ഷക്കാരൊക്കെ സൈഡാക്കി, യാത്രക്കാരൊക്കെ വാഹനം പാർക്ക് ചെയ്ത് ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത് കണ്ടമാനം എല്ലാവരും ഇന്ന് റാഗത്തോടെ നടത്തുകയാണ്. ആ വിഷയത്തിൽ ആരും പുറകിലല്ല. ഇപ്പൊ SVSന്റെ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായി ആംബുലൻസുകൾ ജില്ലകൾ തോറും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഹോസ്പിറ്റലുകൾ SVSന്റെ യൂണിഫോം ധരിച്ച വളണ്ടിയർമാർ സാന്ത്വനം എന്ന പേരിൽ, ഗവൺമെന്റ് ഇപ്പൊ പേരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പേരിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പൊതുജനങ്ങളിൽ നിന്ന് ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വർഗനാശമോ വംശനാശമോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം ജീവികളുണ്ട്. അവർക്ക് ജമാഅത്ത് ഇസ്ലാമി എന്നാ ഞങ്ങളൊക്കെ നാട്ടിൽ പറയുന്നത്. അവർ പോലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻപന്തിയിലാണ്. അവർ ലേശമൊക്കെ ഗ്രിപ്പ് വരും. അപ്പോഴാ പ്രകോപനായിട്ട് മാറി, പിന്നെ ബോധനായി. പ്രകോപനാക്കി മാറ്റേണ്ടി വന്നു. അരിയുടെ പേരിൽ അത് അങ്ങനെ അത് കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് ആ കൂടുതലുള്ളൂ. കാത്തുപണ്ടിലെ കാശിത്തി സ്റ്റോക്ക് വന്നു. അവരെന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെയാണ് വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് തിരിച്ചു വിട്ടുകൊണ്ടൊരു പത്രം അവർ തുടങ്ങി. അതിന്റെ പരസ്യം തന്നെ അങ്ങനെയായിരുന്നല്ലോ, വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ്. എല്ലാ ആളുകളും സ്ട്രൈറ്റ് ആയി കൊടുക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള 2 തലയും കത്തിച്ച് നടുപിടിച്ചിട്ട് മിന്നും. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഗുജറാത്ത്, അവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കുറിച്ച് പത്രത്തിൽ ചർച്ചകൾ പൊടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന നരേന്ദ്രമോദി. ഇപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം ഇപ്പം ഇലക്ഷൻ അടുത്ത സമയമായതുകൊണ്ട് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടതുകാലം മുന്തിക്കണം എന്ന് പറഞ്ഞാൽ അല്ല, ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഒന്നും കേൾക്കൂല. മുസ്ലിം ഇടതുപക്ഷത്തെ മുന്തിച്ചിട്ടാ പറഞ്ഞതെന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് നിൽക്കാൻ അങ്ങോട്ടേക്ക് ഒന്നും ഞാൻ കിടക്കുകയല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ നരേന്ദ്രമോദി മനുഷ്യഹത്യ നടത്തിയ ഗുജറാത്ത്, ആ ഗുജറാത്ത് നിങ്ങൾ പറ, അത് മുസ്ലിങ്ങൾ എഴുതി തള്ളുകയാണോ വേണ്ടത്? അതോ അവിടെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന
മുസ്ലിമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന മനസ്സുകൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകൾ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന വരുന്ന തലമുറ, കുരുന്ന് ഹൃദയങ്ങൾ, വെള്ളവും വസ്ത്രവുമില്ലാത്തവർ, ഇവരെ എന്തെങ്കിലും ആവട്ടെ എന്ന് അങ്ങോട്ടേക്ക് കടന്നു കയറിയിട്ട് ആവണത് ബഹുമാനപ്പെട്ട മനുഷ്യ സ്നേഹിയായ ഈ കാന്തപുരം ഉസ്താദ് കാശ്മീരിന്റെ അടിവാരത്ത് നിന്ന് ഹരിയാന വഴി ഗുജറാത്തിലേക്ക് എത്തി. ഒരുമിച്ച് കൂട്ടി സമാധാനത്തിന്റെ ശാന്തി മന്ത്രങ്ങൾ, സാന്ത്വനത്തിന്റെ ഒരുപാട് മന്ത്രങ്ങൾ അവരോട് ഓതിക്കൊടുത്തു. ഇവിടെ ത്യാഗം സഹിച്ചാൽ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും പോകുന്നത് ഉചിതമല്ല. പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യം ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാഷ്ട്രമാണ്. ഇവിടെ തന്നെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നാം കഴിയണം. അതോടൊപ്പം ജനാധിപത്യത്തിലൂടെ പ്രതികരിക്കണം. തോക്കും ബോംബും ടാങ്കും അല്ല നമുക്ക് സമാധാനം നൽകുന്നത്. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കണം എങ്കിൽ പടച്ച തമ്പുരാന്റെ കാവൽ വരും. അതിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, ഭൗതികമായിട്ട് വിദ്യാഭ്യസിക്കണം. ഇത് രണ്ടും സമന്വയിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് പ്രസംഗത്തിനോടൊപ്പം പ്രവർത്തനം കൂടെ നടത്തി. അന്നവും ആഹാരവും നൽകി, അതോടൊപ്പം അവർക്ക് ആവശ്യമായ അന്നജവും നൽകി, ആദർശവും നൽകി. ഇതെല്ലാം നൽകി ഗുജറാത്തിനെ പുനർജീവിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ മാധ്യമത്തിൽ ലേഖനം നരേന്ദ്രമോദിയുടെ നക്കാപ്പിച്ച വാങ്ങിയിട്ട് കാന്തപുരം ഗുജറാത്തിൽ പുതിയ അക്കൗണ്ട് തുറക്കുന്നു. സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത് ലേഖനം എഴുതിയത് ഏതെങ്കിലും ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ പത്രത്തിലല്ല, മറ്റേതെങ്കിലും ഭീകരവാദികളുടെ പത്രത്തിലല്ല. മുസ്ലിം സമുദായത്തിന്റെ രക്തം ഊറ്റിക്കുടിച്ച് ഈ സമൂഹത്തിന്റെ ഉന്മേഷത്തിനും ഔന്നിത്യത്തിനും ആകാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് പെരുമ്പറയടിക്കുന്ന, ഇത്തിരി വിദ്യാഭ്യാസമുണ്ടെന്നെല്ലാം അഹങ്കരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ സമൂഹത്തിന്റെ പത്രം ചന്ദ്രിക നിലനിൽക്കെ മാധ്യമത്തിന് വേണ്ടി പിരിവെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പരിസരത്തുള്ള പണക്കാരോടൊക്കെ പറഞ്ഞത്, ചന്ദ്രിക ഉണ്ടെങ്കിലും അത് പരിമിതപ്പെട്ട സ്ഥലത്ത് എത്തുന്നുള്ളൂ. നമുക്ക് മുസ്ലിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ പൊതുവിഷയങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു പത്രം വേണം എന്ന് പറഞ്ഞിട്ടാണ് കാശ് സ്വീകരിച്ചത്. ആ പത്രത്തിന്റെ താളുകൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായത്തെ ഞെക്കിക്കൊല്ലാനും നക്കിക്കൊല്ലാനും ആ പത്ര ശ്രമം നടത്തുകയാണ്. ഇവരാണ് മുമ്പ് എ പി ഉസ്താദിനെ കുറിച്ച് ഒരു കാർട്ടൂൺ വരച്ചത്. വലത്തെ കയ്യിൽ ഫോണും ഇടത്തെ കയ്യിൽ തസ്ബീഹും മാലയും. അന്ന് മൊബൈൽ ഫോൺ വ്യാപകമല്ലാത്ത കാലാണ്. അന്ന് കാര്യമായി തമാശി പറഞ്ഞാൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ എ പി ഉസ്താദ്, ഇങ്ങനെ 2-3 അന്ന് ഫോണ് കയ്യിലുള്ളൂ. അത് തന്നെ ഇപ്പോഴത്തെ ഈ ചെറിയ സാധനമൊന്നുമല്ല. ആ നോക്കിയ അൽക്കാട്ടിലിന്റെ ഒരു വലിയ സാധനമുണ്ട്, കുഴങ്ങിയാൽ നമുക്ക് കടക്കാനും കൂടെ പറ്റുന്ന കോലത്തിലുള്ള കട്ടിയുള്ള സാധനം. പക്ഷെ റേഞ്ച് ക്ലിയർ ആയിരുന്നു. ഒരു കോലിങ്ങനെ വെച്ചിട്ട് കോൾലെസ് മോഡൽ. ആ ഫോണ് അന്ന് എ പി ഉസ്താദ് ഉപയോഗപ്പെടുത്തിയപ്പോൾ ഒരു പഴഞ്ചൻ പണ്ഡിതൻ, അയാളാണ് ഇപ്പൊ കണ്ടില്ലേ ആധുനിക ഫോൺ ഉപയോഗിക്കുന്നു. ഇന്നിപ്പോ അതൊന്നുമല്ല. അതേ സമയത്ത് അത് വെച്ചിട്ട് മാധ്യമത്തിൽ കാർട്ടൂൺ വരച്ചു പരിഹരിച്ചു. അന്ന് ആരോ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പത്തപ്പിരിയം വളരെ ചീപ്പായി ചിത്രീകരിച്ച് കാർട്ടൂൺ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാനിങ്ങനെ ഒരു പ്രത്യേക മറുപടി ഒക്കെ ഇങ്ങനെ പറയുന്ന കാലം. അപ്പൊ ഏതായിരുന്നാൽ ചുരുക്കത്തിൽ ആ പത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ പത്രം കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഉർവശി ശാപം ഉപകാരമായിട്ട് മാറുമല്ലോ ചിലപ്പം. ഇങ്ങനെയുള്ളു ആനപ്പിണ്ടി എന്ന് പറഞ്ഞ സാധനം വേസ്റ്റാ, പക്ഷേ അതെങ്ങാനും നമ്മൾ കറിവേപ്പിലിനെ മുരട്ടെത്തിയാൽ നല്ല വള, അങ്ങനെ ഉണ്ടല്ലോ. ഇതേപോലെ സംഭവത്തിൽ അവർ വരച്ചത് തോന്നിവാസമാണ്. എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോ നല്ല റാഹത്ത് തോന്നി. ഞാൻ അന്ന് തന്നെ ഇത് പൊക്കി പിടിച്ചിട്ട് പ്രസംഗിച്ചു. വളരെ കറക്റ്റ്. എ പി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ വരച്ചത് ചിത്രം കറക്റ്റാണ്. എന്തേ? അദ്ദേഹം ഈ പറഞ്ഞ ആധുനികമായ ഉപകരണങ്ങളും മെഷീനുകളും വരുമ്പോൾ അതിനെ പുറംതിരിഞ്ഞു നിൽക്കുന്നതിന് പകരം അത് സ്വായത്തമാക്കുകയാണ്. എന്നിട്ടോ ആ ആധുനികത വല്ലതും കിട്ടുമ്പോഴേക്ക് ഇനി എനിക്ക് മാല വേണ്ട, മൗലൂദ് വേണ്ട, ഹദ്ദാദ് വേണ്ട, റാത്തീവ് വേണ്ടെന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മുജാഹിദിനെ പോലെ ലേശം 4 അക്ഷരം ഇംഗ്ലീഷ് എക്സ്ക്യൂസ് മീ പ്ലീസ് ഗീവ് മീ എന്നൊക്കെ പഠിക്കുമ്പോഴേക്ക് ഇനി പിന്നെ തവസ്സുൽ, ഇസ്തിഹാദ്, ഖുതുബിയ്യത്ത്, ഹദ്ദാദ്, റാത്തീവ്, മന്ത്രം, മൗലൂദ് ഇതൊക്കെ ശിർക്ക എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം അതും കൂടെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു. അപ്പോ ഒരു കയ്യിൽ മൊബൈൽ ഫോൺ, ഒരു കയ്യിൽ തസ്ബീഹ് മാല. എന്നിട്ട് ഹലോ എന്ന് കേരളത്തിൽ നിന്ന് വിളിക്കുമ്പോഴേക്ക് അമേരിക്കയിൽ നിന്ന് ഉത്തരം കിട്ടണം, വല്ല നീരത്തുനിന്നും എന്നെ വിളിപ്പവർക്ക് ബൈകൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നോവാർ. അങ്ങനെ നല്ല മൊബൈൽ ഫോൺ, അതോടൊപ്പം മാലയും മൗലൂദ്, ഹദ്ദാദ്,
ഇതും വേണോ? ഇത് ഖുർആന്റെ ശൈലിയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ. പടച്ചവനെ ദുനിയാവിൽ നല്ലത് വേണം, ലോക്കലൊന്നും പോരാ, റേഞ്ചില്ലാത്ത യാതൊന്നും പറ്റൂല. അത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ, നല്ലത് തരണം. എന്നാൽ ഇത് കിട്ടുമ്പോഴേക്ക് ആഖിറ നഷ്ടപ്പെടരുത്. വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇതാണ് കാന്തപുര ഉസ്താദ്. ആധുനികത ഇഷ്ടപ്പെടുന്ന ആത്മീയ നേതൃത്വമാണ് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് അന്ന് തന്നെ മാധ്യമം ഈ കളി തുടങ്ങിയതാണ്. പിന്നെ പല ഔലിയാക്കന്മാരെ ഏർവാടിയിൽ തീപിടുത്തം നടന്നു. 28 പേരല്ലേ മരിച്ചത്? ആ ബന്ധു മരിച്ചപ്പോൾ സകല പത്രങ്ങളും വിഷമം എഴുതി. മാതൃഭൂമിയൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. നമ്മളെ പുരയെടുത്തി തലവിയുണ്ട് ജയലളിത, ആ ജയലളിതയൊക്കെ അകാല ദുഃഖം രേഖപ്പെടുത്തി. എല്ലാവരും വിഷമത്തിലാ. അപ്പൊ നോക്കുമ്പോഴേക്ക് മാധ്യമക്കാരൻ ലേഖനം, തുടർ ലേഖനം. എന്താ? പദമുള്ളെടുത്ത് പാതാളം എന്ന് പറഞ്ഞതുപോലെ മാധ്യമത്തിൽ ലേഖനം വന്നു. ഇനിയെങ്കിൽ നിങ്ങൾക്ക് നിർത്താനായില്ലേ ഏർവാടിയിൽ പോക്ക്? എന്തേ? അവിടെ കിടക്കുന്ന മഹാന്മാർക്ക് വല്ല കറാമത്തും കഴിവുമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ മൂക്കിന്റെ മുമ്പിൽ വെച്ച് 28 ഭ്രാന്തന്മാർ വെന്ത് മരിക്കുമ്പോൾ പിടിച്ചു വെക്കില്ലായിരുന്നോ? അതുകൊണ്ട് ഏർവാടിയിലെ ശ്രോതാക്കൾക്ക് കഴിവില്ല, അതുകൊണ്ട് ഏർവാടിയിലേക്ക് ഇനി പോകേണ്ടതില്ല. അവരെ കഴിച്ച അങ്ങനെയാ. പണ്ടൊരു ഉസ്താദ് ഇങ്ങനെ വാഴ്ന്നു പറയാം, ആഴമായ അന്തരീക്ഷങ്ങളെ കുറിച്ചും. അവിടെ സൂര്യൻ ഒരു ചാൺ മുകളിൽ ഉദിക്കും, വേർപ്പിൽ കുഴുങ്ങി മനുഷ്യൻ കളിക്കും, ഒരു തുള്ളി വെള്ളം കിട്ടാതെ മനുഷ്യൻ വിഷമിക്കും, അത്ര ശക്തമായ ദാഹമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് മാഷറയിലെ ചൂടിനെ കുറിച്ച് ഇങ്ങനെ വാഴ്ന്നു പറയുമ്പോൾ എല്ലാ മുത്തഖീങ്ങളും വാഴ്ന്നു കെട്ടി ഇങ്ങനെ കരയ ബേജാറാകുക. പടച്ചവനെ, ആഖിറത്തിലെത്തുമ്പോ വെള്ളം കിട്ടാതെ വിഷമിക്കുമല്ലോ. അപ്പൊ ഒരു ചങ്ങാതി നിന്നിട്ട് ഭയങ്കര ചിരി, ഇങ്ങനെ അവൻ നല്ല ചിരിക്കുന്ന സന്തോഷത്തോടു കൂടെ. വേല കഴിഞ്ഞ പുസ്താദ് വിളിച്ചു വെച്ചേടോ, എല്ലാരും കരഞ്ഞപ്പോ ഈ മാത്രം എന്താ ചിരിച്ചത്? അപ്പൊ ഇവൻ ഈ കുലുക്കി സർവത്ത് വിൽക്കുന്ന ആളാ. ഇവൻ പറഞ്ഞു, അപ്പൊ മാഷറിൽ നല്ല കച്ചവടം കിട്ടൂലേ. നിങ്ങള് ഈ കോലത്തില് ഇവിടെ എല്ലാ ആളുകളും വിഷമിച്ചപ്പോ മാധ്യമം പത്രം തുടർ ലേഖനം. ഈ കുലുക്കി സർവത്ത് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴി വിറ്റ ആളുകളല്ല കേട്ടോ. കാരണം തിരിച്ചാഫ്യത്തോടെ പോകണം, നാളെയും വേണം പരിപാടിക്ക് പോവുക. അത് വേറെ ഏതോ കോഴിക്കോട് സർവത്തിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. ഏതായിരുന്നാലും ഇപ്പൊ ഞങ്ങനെ വരുമ്പോഴേ ഒരുപാട് സ്ഥലത്ത് ബോർഡ് കണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു രീതിയിൽ മാധ്യമക്കാൻ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ പറഞ്ഞു, ഒരൊറ്റ ഏർവാടിയിലെ മഹാന്മാർക്കും കഴിവില്ല, കറാമത്തില്ല, ഉണ്ടെങ്കിൽ ഇത് നടക്കുമോ? അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ ഓ ശരിയാ, അവന്മാര് പറഞ്ഞെടുത്തു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തീപിടുത്തമില്ലാതിരിക്കാൻ ഏർവാടി ശ്രോതാക്കൾക്ക് നേർച്ച നേരുന്നു, നമുക്ക് കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാൻ അബൂതാലിബ് തങ്ങൾക്ക് മൗലൂദ് നേർച്ച നേരുന്നു. അതേപോലെ എന്ത് വിഷമം വരുമ്പോഴും ഏർവാടിയിൽ പോകുന്നു. ഏർവാടിയിൽ തന്നെ തീപിടുത്തം നടന്നു, എന്നിട്ട് പിടിച്ചു വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അപ്പോൾ കഴിവില്ല. ഇങ്ങനെ ഈ ലൈഫായ ഈമാനുള്ള ചില ആളുകളെ തകർക്കാൻ. പക്ഷേ പിറ്റത്തെ വർഷം മിനായിൽ തീപിടുത്തം നടന്നു. ഹജ്ജിന്റെ സീസണിൽ അതിശക്തമായ തീപിടുത്തം, ടെന്റുകൾ തീ കത്തി. ചുരുക്കി പറയട്ടെ, 100 കണക്കിന് ആളുകൾ മരിച്ചു. വിഷമമുണ്ട് എല്ലാവർക്കും. പക്ഷേ ഈ ചോദിച്ച ആളുകളോട് തിരിച്ച് നമ്മൾ ചോദിച്ചു, അല്ല ഏർവാടിയിലേക്ക് അബൂതാലിബ് തങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ സുൽത്താൻ ബാദ്ഷാ റളിയല്ലാഹു തആല അൻഹു ആരും വിളിച്ചു വരുത്തിയിട്ടില്ല. നമ്മൾ പോവുക മക്കയിലേക്കും മറ്റും അല്ല വിളിച്ചു വരുത്തിയതാണ്. ഇബ്രാഹിം നബിയുടെ വിളി വന്നു. അങ്ങനെ ഹജ്ജിൽ ചെന്ന് ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഗസ്റ്റുകളാണ് ഹാജിമാർ. ഈ ഹാജിമാരെ ടെന്റിന് തീ പിടിച്ചിട്ട് അവർ മരിക്കുമ്പോ അള്ളാഹു കണ്ടില്ല, അള്ളാഹുവിന് തീ അണക്കാൻ കഴിഞ്ഞില്ല. ഓഹോ, താൻ വിളിച്ചുവരുത്തിയ ഗസ്റ്റുകൾ തീയിൽ വെന്ത് മരിക്കുമ്പോൾ പിടിച്ചു വെക്കാൻ കഴിയാത്ത അള്ളാഹു എന്ത് അള്ളയാ, കഴിവില്ലാത്ത അള്ളയോ എന്ന് ഇവരോട് ചോദിച്ചപ്പോ ഇവര് അതങ്ങനെയല്ല, അത് അല്ലാഹുവിന്റെ കാരെ കൂട്ടിയുള്ള കല ആയിരുന്നു, അങ്ങനെ സംഭവിക്കണമെന്ന്. ആ പേർവാടിയിൽ പിന്നെ കരുണാകരന്റെ കല, അവിടെ അള്ളാന്റെ കല അല്ലേ, അള്ളാന്റെ കലാനെ മറികടക്കാൻ ആർക്ക് കഴിയോ? അപ്പോഴാ സുബ്ഹാനക്കല്ലാഹ് തരാ. നോക്കിക്കള്, നേരെ തിരിച്ചു പോയ ആളുടെ ഈമാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഞാൻ പറയുന്നത് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വഭാവം. 2 തലയും കത്തിച്ച് നടുപിടിച്ച് മിന്നും. പക്ഷെ പത്രം തുടങ്ങിക്കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി, സർക്കുലേഷൻ ഒക്കെ കണ്ടപ്പോ ഞങ്ങളെ പുറകിൽ അത്യാവശ്യം ആളുകളുണ്ട്. ഇടത് വലത് പാർട്ടികളോട് വില പേശിയവർ. അപ്പൊ ഈ രാഷ്ട്രീയ നേതൃത്വവും വിചാരിച്ചു പത്രവും കാര്യങ്ങളും പ്രവർത്തനം അവിടെയും ഇവിടെയൊക്കെ അങ്കെങ്കിൽ ഓരോ പള്ളി സ്ഥാപനമൊക്കെ കണ്ടപ്പോ അത്യാവശ്യം ആളുകളുണ്ട്. ഇവര് മൂല്യം നോക്കി 41 പറഞ്ഞിരുന്നത് ഉനക്ക് റുക്കൂനിയത്ത് ഹറാം ഹേ और वोट देना भी हराम है.
ഇത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ രാഷ്ട്രമായതുകൊണ്ട് മെമ്പർ ആവലും മത്സരിക്കലും മാത്രമല്ല വോട്ട് ദേനാബി ഹറാം ഹേ, വോട്ട് ചെയ്യലും നിഷിദ്ധമാണെന്ന് പറഞ്ഞ ആളുകളാണ്. പിന്നെ കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോ അഭ്യത്തെ വോട്ട് ചെയ്തതിന് അനിവാര്യം ഹേ എന്നിടത്തേക്ക് ഹുക്കുമുകളൊക്കെ മാറി. അങ്ങനെ ചില പാർട്ടികളൊക്കെ പിന്തുണ കൊടുത്തു. ലാസ്റ്റ് അവർ ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മത്സരിച്ചു നോക്കുമ്പോഴാ സുബ്ഹാനല്ലാഹ്, ഒരു ബൂത്തിൽ എണ്ണി നോക്കുമ്പോൾ ആകെ കിട്ടിയത് 2 വോട്ടാ പോരും. അപ്പൊ ഒന്ന് അയാളുടേതും ഒന്ന് അയാളുടെ വൈഫിൻ്റെതും. അപ്പൊ അതിന്റെ അർത്ഥം അയാളെ മക്കളുടേത് പോലും ആക്കി കിട്ടിയിട്ടില്ല എന്നാവണം. മക്കൾ ചെയ്ത വൈഫ് ചെയ്തിട്ടില്ല എന്നാകണം. ഏതായിരുന്നാലും ഇലക്ഷൻ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അൻസ്പ്രയുടെ പരസ്യം പറഞ്ഞതുപോലെ പിടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ ഈ വർഗത്തെ കാണാനില്ല. ഈ പ്രാവശ്യം നോക്കുമ്പോ നിങ്ങൾക്ക് വേണം വേണ്ട, നിങ്ങൾക്ക് വേണം ഞങ്ങൾക്കും വേണ്ട, ആ രൂപത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ് ആ പാർട്ടി എത്തിയത്. അതുകൂടെ ഇഖ്വാനിസത്തിന് സൗദി അറേബ്യ അടക്കം നിരോധിച്ചതോടുകൂടി പട്ടിണിയായി പോയി എന്ന് പറഞ്ഞതുപോലെ ഈ നിരോധനം വന്നതോടുകൂടെ ജമാഅത്ത് ഇസ്ലാമി മൊത്തത്തിൽ തന്നെ നമ്മളെ മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ മോഡലാ, വിമാനം മോഡലായിട്ടുണ്ട്. ഇപ്പൊ കാണാതെയായി അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ വിഭാഗമാണ്, അവരാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടിയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ പറയല്ല, വിലയിരുത്താൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പ്രവചനത്തിന്റെ പുലർച്ചയെന്നോണം ഇസ്ലാമിന്റെ ലേബിളിൽ പ്രവർത്തിക്കുന്ന പല കക്ഷികളും വരും. അവരൊക്കെ നന്നായി ബാഹ്യമായി പ്രവർത്തിക്കും. അതിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തും. അത് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നു, മുജാഹിദ് നടത്തുന്നു, അതുപോലെ തബ്ലീഗ് നടത്തുന്നു. പല ആളുകളും ബാഹ്യമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഹജ്ജിനുള്ള ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട്. ഉംറ അതിന്നൊരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. പള്ളികൾ ധാരാളം പൊങ്ങി വരുന്നുണ്ട്. എല്ലാം കണ്ടീഷൻ. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ മുസ്ലിം സമൂഹം ഇന്നും തകർച്ചയിൽ കാരണം മർമ്മപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഈമാൻ അതൊന്നുകിൽ പാട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിനുള്ള സ്ഥാനം കുറയുകയോ ചെയ്തിട്ടുണ്ട്. പാട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബിദ്അത്തിലേക്ക് പോയി എന്നർത്ഥം. ആ വിശ്വാസം മാറി ഒരു പുതിയ വിശ്വാസത്തിന്റെ പുറകിലേക്ക് പോയി. ഇതാണ് പാട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. മറ്റൊന്നേതാണ്, അതിൽ പ്രാധാന്യം കുറച്ച് കാണിക്കുക. കുറെ അങ്ങനെയുണ്ട്, കുറെ ഇങ്ങനെയുണ്ട്, കുറെ എനിക്ക് അതിനൊന്നും വലിയ താല്പര്യമല്ല, ഞാൻ കക്ഷിത്വത്തിനൊന്നുമില്ല, എനിക്കെല്ലാവരും വേണം, അതത്ര ഡേഞ്ചർ കേസായിട്ട് ഞാൻ കാണുന്നില്ല. ആ രീതിയിൽ വിശ്വാസത്തിനോട് പുറത്തു നിൽക്കുന്ന ആളുകൾ, അതാ ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ടോപ്പ് പ്രവർത്തനമായ വലിയ ജിഹാദിന് പോലും ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി പോയിരുന്നിട്ട് പോലും ആ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് നരകത്തിന്റെ അടിയിലെ തട്ടിലാണ്. ഇബാദത്തിന്റെ കുറവല്ലല്ലോ, ബാഹ്യമായ പ്രവർത്തനത്തിന്റെ കുറവല്ലല്ലോ, ത്യാഗസന്നദ്ധത ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എന്ത് നേരെ ആ വിഭാഗം 5 നേര നിസ്കാരത്തിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയപ്പോൾ പിരിവെടുക്കാതെ അവർ സ്വന്തം തന്നെ നിർമ്മിച്ച പള്ളി, ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. അള്ളാന്റെ ഹബീബ് ബാഹ്യമായിട്ട് നിർവഹിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാന്റെ റസൂൽ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പുറപ്പെടാനൊരുങ്ങുമ്പോൾ എന്റെ മുഅ്മിനേ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ആ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഇല്ല നബിയേ, പാടില്ല നബിയേ, പോകാൻ പാടില്ല, ലാ തകും ഫീഹി അബദാ. ആ പള്ളി ഉദ്ഘാടന ഫംഗ്ഷനിൽ നിങ്ങൾ പോകരുത് എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ റക്അത്ത് പോലും ആ പള്ളിയിൽ കേറി നിസ്കരിക്കരുത് കേട്ടോ. നോക്ക്, നിങ്ങൾ പള്ളിയാണ്, പേരിന് പള്ളിയാ, പക്ഷെ എന്നിട്ടും ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിൽ സംബന്ധിക്കരുതോ, ഒരൊറ്റ റക്അത്ത് പോലും നിസ്കരിക്കരുത്. ഇത് അല്ലാഹു തആല ഔദ്യോഗികമായി നബി തങ്ങളോട് പറയുന്നത് ഇസ്ലാമിന്റെ ഉത്തമ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. 5 നേരം പള്ളിയിൽ വരുന്നവരെ കുറിച്ചാണെന്ന് ഓർക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ശിഷ്യന്മാരെ കൂടെ നടക്കുന്നവരെ കുറിച്ചാണ് എന്ന് ഓർക്കണം. ഞാൻ ഇത്ര ഗൗരവത്തില് ആമുഖമായി ഈ വിഷയങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് തർക്കങ്ങളുണ്ട്.
അതിൽ ശാഖാപരമായ തർക്കങ്ങളുണ്ട്, സംഘടനാപരമായ തർക്കങ്ങളുണ്ട്, അതുപോലെ തന്നെ സുന്നത്ത് സംബന്ധമായ തർക്കങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തെളിക്കാതെ ഒന്നങ്ങോട്ട് മാറ്റിവെക്കുക എന്ന് വെച്ചാൽ തന്നെ വളരെ മർമ്മപ്രധാനമായ രീതിയിൽ വിശ്വാസത്തെ ബാധിക്കുകയും നരകത്തിൽ പോകാൻ കാരണമാകുകയും ചെയ്യുന്ന നിരവധി ഗൗരവമായ തർക്കങ്ങൾ. ഉദാഹരണത്തിന് അള്ളാഹുവിനെ കുറിച്ച് തന്നെ, അള്ളാഹു എവിടെയാണെന്ന തർക്കം, അള്ളാഹു കേറും ഇറങ്ങുമെന്ന തർക്കം, അള്ളാഹുവിന് ജസദ് ഉണ്ട് ഇല്ല എന്ന തർക്കം, റസൂലുള്ളാഹിനെ കുറിച്ച് തർക്കം, അന്ത്യപ്രവാചകനാണോ അല്ലേ എന്ന് തർക്കം, ആ റസൂലുള്ള സാധാരണ മനുഷ്യനാണോ അല്ലേ എന്ന് തർക്കം. മരിച്ചതോടുകൂടെ റസൂലുള്ളാഹിന്റെ പവർ കഴിഞ്ഞു പോയോ? ഇനി മരിച്ചാൽ റസൂലുള്ളാഹി വിളിച്ചാൽ കേൾക്കുമോ? വിളിക്കേണ്ടതുണ്ടോ? മഹാന്മാരാകുന്ന ആളുകൾ മരിച്ചിട്ടും മരിച്ചവരല്ലെങ്കിൽ പിന്നെ അവർക്കുള്ള പ്രത്യേകത എന്താണ്? അങ്ങനെ തുടങ്ങിയുള്ള ധാരാളം തർക്കങ്ങൾ ഈ എന്നതിൽ നിന്ന് നരകാവകാശിയായിട്ട് ആളുകൾ മാറുകയാണ്. ഇതാ റസൂലുള്ള പറഞ്ഞത്, സതഫ്തരിക്കുമില്ല, എന്റെ സമൂഹം 73 വിഭാഗമായി ചിന്ന ഭിന്നമാവും. ഇത് റസൂലുള്ള പറയാണ്. കൊല്ലുകും പിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തുൻ വാഹിദ, ഒരു കക്ഷിയെ സ്വർഗത്തിലുള്ളൂ. അള്ളാന്റെ ഹബീബ് പറയുന്നു ഒരു കക്ഷിയെ സ്വർഗത്തിലുള്ളൂ എന്നാണ്. ചോദ്യം, യാ റസൂലുള്ളാഹ്, ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ്? റസൂലുള്ളാഹിന്റെ പ്രതികരണം, മാ അന അലൈഹി വഅസ്ഹാബി, ഞാൻ ഏതൊരു റൂട്ടാണോ സ്വീകരിച്ചത് ആ റൂട്ട് അനുകരിക്കുന്നവർ പോരാ, എന്റെ സ്വഹാബത്തിനെയും അംഗീകരിക്കുന്നവർ അവരാകുന്നു സ്വർഗത്തിന്റെ കക്ഷികൾ. അപ്പൊ നബി ചെയ്തോ? ഇല്ല, എന്നാ ശിർക്ക്. നബി പറഞ്ഞോ? ഇല്ല, എന്നാ തെറ്റ്. അങ്ങനെയല്ല. അള്ളാന്റെ ഹബീബ് ചെയ്യുന്നതോടൊപ്പം റസൂലുള്ളാഹിന്റെ പർണശാലയിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബത്തിന്റെ പ്രവർത്തനവും കൂടെ അംഗീകരിക്കണം. അവിടെയാണ് എല്ലാ പുത്തനാശയക്കാരും പുറത്തു പോകുന്നത്. കേരളത്തിൽ അൽഹംദുലില്ലാഹ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ദീനീ പ്രബോധനം നടത്തുന്ന അതേ കാലയളവിൽ തന്നെ ഇസ്ലാമിനെ നെഞ്ചിലേറ്റാൻ ഭാഗ്യം ലഭിച്ച നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അത് കൊണ്ടുവന്നത് സ്വഹാബികൾ ആണ്, സഖാഫികൾ അല്ല. ആ സ്വഹാബികൾ ഇവിടെ വന്നുകൊണ്ട് പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരിവിടെ ജുമുഅ നടത്തിയിട്ടുണ്ട്. ആ പള്ളികളിൽ എവിടെയും ലേഡീസ് കമ്പാർട്ട്മെന്റ്, ഇപ്പം പള്ളിയിൽ പണം എന്ന് വാദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും സൂറയിലേക്ക് കയറിയ സൂറ ടീച്ചറും അടക്കം, അതേപോലെ തന്നെ ആദ്യമായി കേരളത്തിൽ പെണ്ണ് പള്ളി പോയ വെള്ളാറമ്പാറ ഖദീജ കുട്ടിയും പി ക്യാവരത്താത്തയും അടക്കം ഒരാൾ സ്വഹാബത്തുണ്ടാക്കിയ പള്ളിയിൽ പെണ്ണ് പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന ടൈം വരെ ഇപ്പോഴും സ്വഹാബത്തുണ്ടാക്കിയ ഒരൊറ്റ പള്ളിയിലും ഒരു പെണ്ണും അവിടെ നിസ്കരിക്കാൻ വരുന്നില്ല. അവരെല്ലാവരും ഇവിടെ ഓതിയ ഖുത്ബ അറബിയിൽ മാത്രം, അവരെല്ലാവരും കൊടുത്ത ജുമുഅയുടെ 2 ബാങ്ക് തന്നെ. ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം ഉണ്ടാക്കിയ മുഴുവൻ പള്ളികളിലും അന്ന് മുതൽ ഇന്ന് വരെ തറാവീഹ് 20 തന്നെ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചര്യ മുന്നോട്ട് വെക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ സ്വർഗാവകാശിയാകണമെങ്കിൽ ഈ സ്വഹാബത്തെ പിൻപറ്റണം. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സുന്നികൾ. അതിനിപ്പം ഗ്രൂപ്പോ സംഘടനയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ആകട്ടെ, ആ സുന്നികൾ ഈ പറഞ്ഞ ആളുകളെ ഫോളോ ചെയ്യുന്നവരാണ്. ഇനി മറിച്ചുള്ള കക്ഷികൾ മുജാഹിദ് ആകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, തബ്ലീഗ് ആകട്ടെ, ഖാദിയാനി ആകട്ടെ, റാഫിദി ആകട്ടെ, മുഅ്തസിലി ആകട്ടെ, ഷിയാക്കളാകട്ടെ, ചേകനൂരാകട്ടെ, ഇരുമ്പുഴി ആകട്ടെ, ഏത് ടീമാകട്ടെ, ഈ പറഞ്ഞ പാരമ്പര്യ കണക്ഷൻ തള്ളിക്കളയുന്നവരാ. 21 ശേഷം മുജസ്തം തറാവീഹ് 20 മാറ്റി 8 ആക്കിയതോടുകൂടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണത്തെ തന്നെ ചീത്തയാക്കി. കാരണം അന്നാണ് 20 ശരിക്കും എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രാക്ടിക്കലാക്കി കിതാബുകൾ തന്നെ രേഖപ്പെടുത്തി വെക്കാൻ റസൂലുള്ളാഹി ചെയ്ത പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയ 2 ബാങ്ക് ബിദ്അത്താക്കുന്നതോടുകൂടെ സ്വഹാബത്തുമായിട്ടുള്ള കണക്ഷൻ മുജാഹിദും ജമാഅത്തും വേർപ്പെടുത്തി കളഞ്ഞു. ഇത് നോക്കിക്കോളൂ, പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് വാദിക്കുന്നതോടുകൂടെ ആ ഇസ്ലാമിന്റെ 1300 വർഷക്കാലത്തെ പാരമ്പര്യത്തിന്റെ കടക്ക് കത്തിവെച്ചു. അതൊരു പുതിയ പാർട്ടിയായിട്ട് രംഗത്ത് വന്നു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു പുതിയ പാർട്ടിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മുഖാമുഖമോ പ്രസംഗമോ നടത്തേണ്ട ആവശ്യമില്ല.
അതവർ തുറന്ന് എന്നെ സംബന്ധിച്ചതാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് സക്കരിയ സ്വലാഹിയെ പോലുള്ള മോഡികൾ വന്ന് ഞങ്ങളെ കേരളത്തിലെ മുജാഹിദിന് സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിൽ കാണുന്ന പച്ചക്കുബ്ബ ഞങ്ങൾ ബുൾഡോസർ വെച്ച് തട്ടി നിരത്തും എന്ന് ഭീകരവാദ പ്രസംഗം നടത്തിയതോടുകൂടെ ഒന്നുകൂടെ ബോധ്യപ്പെട്ടു. പള്ളിയിലെ ഫാദർമാരടക്കം അവരെ ക്ലിപ്പിട്ടിട്ട് പ്രസംഗിച്ചു. അക്ബറിന്റെ അള്ള ഇന്നലെ പറഞ്ഞ അള്ള ഇങ്ങനെ, ഇന്ന് പറഞ്ഞ അള്ള ഇങ്ങനെ, മിനിയാന്ന് പറഞ്ഞ അള്ള ഇങ്ങനെ അള്ളാഹുള്ള വിശ്വാസത്തിൽ പോലും മാറ്റം വരുത്തിയതോടുകൂടെ തൽക്കാലം നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പിണ്ടം വെച്ച് പുറത്തു നിർത്താം. പിന്നെ 41-ന് ശേഷം വന്ന ജമാഅത്ത് ഇസ്ലാമിയ അവർ അതേ അത്തൗഹീദ് കോപ്പിയടിച്ച് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അതേ അത്തൗഹീദ് തന്നെ കോപ്പിയടിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ വലത്തെ കയ്യിൽ ആകാശവും ഇടത്തെ കയ്യിൽ ഭൂമിയും എന്ന് പറഞ്ഞ് ശൈഖ് മുതുകാരക്കുന്ന ട്രാൻസ്ലേഷൻ ചെയ്ത് അത്തൗഹീദ് എന്ന അതേ തൗഹീദ് ഉറച്ചു നിന്നു. ഒന്നുകൂടെ മുന്നോട്ട് പോയി മഹാന്മാരെ നിരാകരിക്കാനും പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരെ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ അവർ മണ്ണിൽ ചേരാതിരിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല. അവ വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ മറമാടേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ റസൂലുള്ളാഹി മുഴുവൻ പ്രവാചകന്മാരും ചീഞ്ഞു പോകുമെന്ന് വ്യക്തമായി 987 ജനുവരി ലക്കത്തിലെ അവരുടെ പ്രബോധനത്തിൽ എഴുതുകയും നബിതങ്ങൾ സാധാരണക്കാരനെ പോലെ ജനിച്ചു, സാധാരണ കുഞ്ഞുങ്ങളെ പോലെ വളർന്നു, സാധാരണ പോലെ തന്നെ പ്രവാചകത്വം കിട്ടി, സാധാരണക്കാരൻ മരിക്കും പോലെ മരിച്ചു എന്നെഴുതിയതിലൂടെ ജമാഅത്ത് ഇസ്ലാമിയും പിണ്ടം വെച്ചുകൊണ്ട് മാറ്റപ്പെട്ടു. എന്നാൽ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി നല്ല വാശ്യമായ പ്രവർത്തനങ്ങളും നല്ല പെരുമാറ്റങ്ങളും ഇബാദത്ത് ലേശമൊക്കെ ഒരു ശുഷ്കാന്തിയും വേഷത്ത് ലേശമൊക്കെ ഒരു ആത്മീയതയും മാത്രമല്ല ചേരിപ്രദേശങ്ങളിലൂടെ കടന്നു ചെന്ന് ആളുകളെ പെറുക്കിക്കൊണ്ടുവന്ന് ഭാഗ്യമായിട്ട് നന്നാക്കുകയും ചെയ്ത നല്ല പ്രവർത്തനം നടത്തുന്ന നല്ല അനുകരിക്കാവുന്ന ശൈലി സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. എനിക്ക് പലപ്പോഴും മുജാഹിദിനോട് ജമാഅത്തിനോട് വെറുപ്പാ തോന്നരുത്, തബ്ലീഗ് ജമാഅത്തിനോട് എനിക്ക് സഹതാപാണ് തോന്നരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും നഷ്ടപ്പെടാൻ അങ്ങനെ ഉണ്ടല്ലോ. തീരെ നിസ്കരിക്കാത്ത നരകത്തിലിട്ട സങ്കടം വരില്ല. അതേ സമയത്ത് അങ്ങനെയല്ല ഇത് എല്ലാം ചെയ്ത് പിന്നെ നരകത്ത് പോകുമെന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 18 കൊല്ലം കല്യാണം കഴിച്ചിട്ട് മക്കളില്ല, ദ്വാരക്കണം, അതൊരു സങ്കട. അതേസമയം കുഞ്ഞുണ്ടായി 18ാമത്തെ വയസ്സിൽ ആ കുഞ്ഞൻ മരിച്ചു, ആ സങ്കടമാണ് ചോദിക്കുന്നത്. അത് രണ്ടാണല്ലോ. ഇതുപോലെ മുജാഹിദും ജമാഅത്തും പിന്നെ ഏതായിരുന്നില്ല ആ രൂപത്തിലാണ്. അതിപ്പോ തക്ബീർ കെട്ടുമ്പോഴടക്കം കണ്ടില്ല ഞങ്ങൾ അല്ലാഹു അക്ബർ, ഇത് ഡേഞ്ചർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മുജാഹിദ്. ഒരു മതവുമില്ലാത്ത കെട്ടാണല്ലോ. സാധാരണ ഈ ചിഹ്നം കാണാറുള്ളത് എവിടെയാണ്? ഒരു തലയോട്ടിയും 2 അസ്ഥികൂടവും. ഇത് ട്രാൻസ്ഫോമറിന് മുകളിലുള്ള ആളെ കാണുക, തൊടാൻ പാടില്ല, വെരി ഡേഞ്ചർ ആണ്. ഇതേപോലെ അല്ലാഹു അക്ബർ എന്തൊരു ഇടങ്ങേറ് തരങ്ങൾ ഈ കെട്ടുകെട്ടാൻ. ഇത് വൃശ്ചിക മാസത്തിൽ വയനാട്ടിൽ പോയി നോക്കണം ആദിവാസികളെ കാണാൻ. അത് രാവിലെ തണുത്തിട്ടൊക്കെ നടക്കുന്നത്. ഇവിടെ ഉണ്ടോ അറേഞ്ച് ആയതുകൊണ്ട്. ഇതേപോലെ ഇടങ്ങേറിന്റെ കെട്ടുകനെ കെട്ടിയിട്ട് എന്റെ ഉള്ളിലുള്ള വിശ്വാസം വെരി ഡേഞ്ചർ ആകുന്നു. അതുകൊണ്ട് തന്നെ തൊടാനോ തൊടരുവാനോ ജീവിച്ചിരിക്കുമ്പോൾ സലാം പറയാനോ മരിച്ച വൈദ്യ കേൾക്കാനോ പാടില്ലാത്തതാകുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ കെട്ട്. ഇത് കണ്ടാൽ തന്നെ തിരിയും, ഇവരെ ഫോളോ ചെയ്യാൻ പറ്റൂല. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയ അവരിങ്ങനെ മീറാവിലേക്ക് നിൽക്കുന്നത് കണ്ടാൽ തന്നെ മുറിയൻ പാൻറ്റും മാഫ് കൈന്റെ ഷർട്ടും പിന്നെ ഡിസോർഡറായ താടിയും മുഖത്തുള്ള കറുപ്പും എല്ലാം പാടൊക്കെ ഇടിപറ്റിയ തെങ്ങിലേക്ക് നോക്കിയത് പോലെയാണ്. ഇടിപറ്റിയ തെങ്ങുണ്ടെങ്കിൽ അതിന്റെ പട്ട ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ വീണെടുക്കുന്നതോളം വെട്ടി ഒതുക്കാത്ത രീതിയിൽ ഇങ്ങനെ. അതേസമയത്ത് മുകളിലേക്ക് നോക്കിയ ഒരു കറുപ്പ് ഇങ്ങനെ കാണുകയും ചെയ്യും. ഈ മോഡൽ കാണുമ്പോൾ ഇവരെ തുടരാൻ പറ്റൂല എന്ന് ആർക്കും തിരിയും. അതേസമയം നല്ല പുഞ്ചിരി, പോക്കറ്റിൽ അറാക്കിന്റെ നല്ല സുന്നത്ത്, ഇതേപോലെ തന്നെ ശരിക്കും മുട്ടുമറയുന്ന രൂപത്തിലുള്ള ജുബ്ബ, സുന്ദരമായ ഒരു വാല് വെച്ച തലപ്പാവ്, കണ്ടാൽ സന്തോഷത്തോടെയുള്ള പെരുമാറ്റം, നെരിയാണിക്ക് മുകളിലെടുത്തിരിക്കുന്ന തുണി അല്ലെങ്കിൽ അതേപോലെ സുന്നത്തോട് കാണിക്കുന്ന താല്പര്യങ്ങൾ, തന്നെപ്പോലെ മറ്റുള്ളവർ നന്നാകണമെന്ന ചിന്തയിൽ ഇറങ്ങി ആർഭാടമില്ലാതെ ക്ഷണിക്കുന്ന ആളുകൾ. ഏത് വലിയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അഹങ്കാരമൊക്കെ കൈവിട്ടുകൊണ്ട് മല്ലിച്ചപ്പ് നന്നാക്കുന്നു, സവാള അരിയുന്നു, ഉള്ളി മുറിക്കുന്നു, തക്കാളി വേവിക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് ബിരിയാണി എല്ലാവരും കൂടെ ഉണ്ടാക്കി ബിരിയാണി കഴിക്കുന്നു. എന്നിട്ട് അവർ ചുമരിലേറ്റിക്കൊണ്ട് നടക്കുന്നു. എന്നിട്ട് അവർ അങ്ങാടിയിൽ ഇങ്ങനെ ഇറങ്ങി ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ അടുത്ത് എന്നിട്ട് അവർ ക്ഷണിക്കുന്ന രൂപം കാണുമ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നും. എന്തേ? ജാതിയും മതവും കൂടെ നോക്കാതെ അസ്സലാമു അലൈക്കും, കാരണം അവരിങ്ങോട്ട് വശീകരിക്കണമല്ലോ, അതിന് വേണ്ടി ചെന്നിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വാലിക്കും അസ്സലാം, പിന്നെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരം. മക്കളെ നിന്നാ മതിയോ, നമുക്കൊക്കെ യാത്ര പോണ്ടേ,
അപ്പൊ ചില റിക്ഷ ഡ്രൈവർമാർ ലൈന് നിർത്തിയിട്ട് പറയും, ആ ഇക്ക യാത്ര പോകണം, അതിനല്ലേ നിങ്ങൾ ലൈനായിട്ട് അവിടെ നിർത്തിയത്. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മരിച്ചു പോണ്ടേ, അതിനായിട്ടില്ല, അടവ് ഒരു 10 കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാം എന്ന് പറഞ്ഞ രീതിയിൽ ഏത് ആളുകളരികിലേക്കും ചെന്ന് ഒരാൾ ഇങ്ങനെ കാര്യം പറയുന്നു. അപ്പോൾ കൂടെ ഇരിക്കുന്ന മറ്റു 2 ആളുകൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നു. മൂന്നാമത്തെ ആൾ വരുന്ന ആൾക്കാരെ വിളിച്ചു, നാലാമത്തെ ആപാത ചൂടൻ നോക്കുന്നു. ഇങ്ങനെല്ലാം അമീറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ വീട്ടിലേക്ക് പോലും വിളിക്കാൻ പാടില്ല, ഭാര്യ പ്രസവിച്ചെടുക്കുകയാണെങ്കിൽ പോലും പോവാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ കർശനമായ ആ ഒരു ചിട്ട അതങ്ങനെ തന്നെ പാലിക്കുകയാണ്. 40 ദിവസം സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തു പോകുന്നു. വെക്കേഷൻ ടൈമിൽ ചെറിയ സ്കൂൾ കുട്ടികൾ പോലും 7ഉം 8ഉം ക്ലാസ് കഴിഞ്ഞാൽ അവന്മാരെ പോലും കൊണ്ടുപോവുകയാണ്. അവർ നാട് കാണാന്ന് ലക്ഷ്യം വെച്ചിട്ടും നല്ല ഫുഡ് കിട്ടുമെന്ന് ചിന്തിച്ചിട്ടാ പോകുന്നതെങ്കിലും വരുമ്പോഴേക്ക് സുന്നത്ത് കുറെ ചെയ്യൂലേ, ആ രീതിയിലൊക്കെ നന്നാക്കി മാറ്റുന്നു. മാത്രമല്ല, സ്വന്തം ഭർത്താവ് അയാൾ ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ട് എവിടെയെങ്കിലും വീണ് കിടക്കുകയാണ്, രാവിലെ പോലും പല്ല് തേക്കാറില്ല, സ്വന്തം ഭാര്യ വിളിക്കാത്ത നേർച്ചക്കാരില്ല, ഇയാൾ ഒരു നേരം പല്ല് തേച്ച് കിട്ടിയെങ്കിൽ ഇന്ന് അയാൾ സുബ്ഹാനല്ലാഹ് 7 നേരം നന്നായി തേക്കുന്നുണ്ട് പല്ല്. ആ രീതിയിലൊക്കെ നന്നാവുകയാണ്. തീരെ ദുർഗന്ധം ഇപ്പൊ അത്തരം കുപ്പി പോക്കറ്റ് മാത്രമല്ല കച്ചവടത്തിനോട് കൊണ്ടുനടക്കുന്നുണ്ട്. ടിവിയുടെ റിമോട്ട് മാറ്റിയിട്ട് തസ്ബീഹ്മാല കൈ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 16 വർഷം ജമാഅത്തിന്റെ സെക്രട്ടറി ആയിട്ടും താടിയുടെ ഒരു രോമം പോലും കിളിർത്തു വന്നിട്ടില്ല. ഇപ്പൊ 40 ദിവസം ജമാഅത്തിന് പോയി തിരിച്ചു വന്നപ്പോഴേക്ക് അയാളുടെ താടിക്ക് സക്കാത്ത് കൊടുക്കാൻ തികയൂല, പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന്റെ താടി. ആ രൂപത്തിൽ താടി അൽഹംദുലില്ലാഹ് നല്ല പ്രവർത്തനം, നല്ല റാഹത്തുള്ള പ്രവർത്തനം, കണ്ടാൽ നല്ല സന്തോഷം. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ബാത്തുലാകാന്ന് പറഞ്ഞാൽ അവിടെ സങ്കടം. ഒരു കഥ പറഞ്ഞു വരാണ്ട്, കമ്മുകുട്ടിയല്ലാക്ക നാട്ടുകാരെ പറ്റിച്ചതുപോലെ കമ്മുകുട്ടിയമല്ല എന്ന് പറഞ്ഞ ആളെ തറാവീഹിന് ഇമാമത്ത് വിളിക്കാൻ വേണ്ടി ക്ഷണിച്ചു ഒരു കമ്മിറ്റിക്കാരൻ. അപ്പൊ അയാൾ അതിന്റെ മുമ്പ് 1-2 പ്രാവശ്യം പറഞ്ഞ ശമ്പളം കൊടുത്തിട്ടില്ല, ആ ഓർമ്മയൊക്കെ ഉണ്ട്. ഇയാളോട് പറഞ്ഞു 4000 രൂപ ശമ്പളം തരാന്ന് പറഞ്ഞു. കമ്മുകുട്ടിയല്ലാക്കാർ ഉറപ്പാ തരൂലെന്ന് വെച്ചു. തരുമ്പോലാക്ക നിങ്ങൾ മുമ്പ് പറ്റിച്ചിട്ടുണ്ട്, ഇല്ല ഇനി പറ്റിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഇയാൾ ഇമാമത്തേറ്റു. അങ്ങനെ 29 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു. 30ാമത്തെ ദിവസം ഒക്കെ കഴിഞ്ഞു വന്നപ്പോ ഇയാൾ കയ്യിൽ ചുരുട്ടിയിട്ട് കാശ് കുറച്ചു കൊടുത്തു. അല്ല, അങ്ങനെ ചുരുട്ടി തരണ്ട, എണ്ണ തന്നെ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പതുക്കെ നോക്കുമ്പോ 3000 റുപ്യ ഉള്ളു. ഞാൻ അപ്പൊ തന്നെ നിങ്ങളോട് പറഞ്ഞു 4000 തികച്ചു തരണോ. ഇവിടെ പാവങ്ങളാണ്, പിരിച്ചിട്ട് എത്തിയിട്ടില്ല. മാത്രമല്ല വേണ്ടതുപോലെ ആളുകൾക്ക് നിസ്കാരം റാഹത്ത് പോയിട്ടില്ല, അതുകൊണ്ട് തിരുക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടാം. ഇനി നിസ്കാരം കഴിഞ്ഞില്ലേ, നിങ്ങൾ ഏതായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഉടനെ കമ്മിക്കുട്ടിയെല്ലാക്കെ പറഞ്ഞു, ഇത്രേ കമ്മുകുട്ടിനെ പറ്റിക്കാനേ നിങ്ങൾക്ക് ആർക്കും കഴിയൂലടാ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കമ്മുകുട്ടിക്ക് മുമ്പേ ഉറപ്പാ. അതുകൊണ്ട് 29 ദിവസം കമ്മുകുട്ടി ഒന്നുണ്ടാക്കാൻ നിൽക്കരുത്. എങ്ങനെയുണ്ട്? അല്ല ഹട്ടായി പോയി ഈ പാറ കുടിക്കൻ ഒന്നുണ്ടാക്കാൻ നിൽക്കരിച്ചു. ഇത് ഈ മല്ലാക്കെ പറഞ്ഞാൽ എത്രത്തോളം അയാളോട് നമുക്ക് അനുകമ്പ തോന്നണം, എത്രത്തോളം വിഷമം തോന്നണം. ഇതുപോലെയാണ് സത്യത്തില് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ. അവര് മുജാഹിദിനെ പോലും ജമാഅത്തിനെ പോലെയല്ല, 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ്. അവർ ത്യാഗം സഹിച്ച് നടക്കുകയാണ്. അതൊരു ഉപകാരത്തിൽ പെടണ്ടേ? അത് ഉപകാരത്തിൽ പെടാതെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇന്നിപ്പോ അത് സർവ്വസ്ഥലത്തും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് പോകുന്ന ആളുകൾക്ക് സത്യത്തില് ഇത് ഇങ്ങനത്തെ ഒരു ഉപജാപക വൃന്ദാണെന്ന് തിരിഞ്ഞോണമെന്നില്ല. ഞാനത് പറയാൻ കാരണം അത് അനുഭവിച്ചത് കൊണ്ടാണ്. സത്യത്തിൽ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം, മർക്കസില് ഏകദേശം ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഈ ഭാഗത്തൊക്കെ തന്നെ വെങ്ങോല പഴക്കാപ്പള്ളി ഭാഗത്തൊക്കെ ഞാൻ ഈ ചെറിയ പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ. അങ്ങനെ സ്കൂൾ 4ാം ക്ലാസ് അല്ല, ശരീരത്തിന് 4ാം ക്ലാസ്സാണ്. അത്ഭുതഭാരനെറ്റ് പറഞ്ഞേക്കണ്ടെങ്കിൽ. അപ്പൊ ചുരുക്കി പറയട്ടെ, അങ്ങനെ അന്ന് മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഉസ്താദന്മാരെ പൊരുത്തത്തോടെ ഏകദേശം ഒരു 6-7 എത്തിയപ്പോൾ മറുപടിയും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം മുജാഹിദ് ജമാഅത്ത് തത്തുല്യ യോഗ്യതയുള്ള ചില ടീം. ഇവർക്കൊക്കെ ഞാൻ അന്ന് ക്ലിപ്പ് ഇറങ്ങിയിട്ടില്ല, പക്ഷെ അന്ന് ക്ലിപ്പില്ലാതെ ഫോട്ടോസ്റ്റാറ്റ് വെച്ചുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്ന കാലാണ്. അങ്ങനെ കഴിഞ്ഞു 2000 വരെ. ഞാൻ സഖാഫി ആകുന്നത് വരെ മുജാഹിദിനെയും ജമാഅത്തിനെയും അതുപോലെ തത്തുല്യ യോഗ്യതയുള്ളവരും മറുപടിക്ക് മറുപടി. ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്ത സക്കറിയ സ്വലാഹിയൊക്കെ ഞാനുമായി 7 തവണ, അന്ന് ഞാൻ മർക്കസിൽ 7 പഠിക്കാൻ, 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ 7 റൗണ്ട് സക്കറിയ സ്വലാഹി ഞാനുമായി കോഴിക്കോട് ജില്ലയിൽ സംവാദം നടത്തേണ്ടി വന്നിട്ടുണ്ട്. 3 റൗണ്ട് എരഞ്ഞിമാവിൽ വഫാസാബി നടത്തി വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ അതൊക്കെ അന്നും ഞാൻ തബ്ലീഗ് ജമാഅത്തിനെ എവിടെയും വിമർശിച്ചിട്ടില്ല.
സത്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1965 തീരുമാനം എടുത്തിട്ടുണ്ട്. 65 ഞാൻ ജനിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്റെ വാപ്പ ഉമ്മാനെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ഡൗട്ടാ. ഏതായാലും ആ കാലഘട്ടത്തിൽ അവിഭക്ത സമസ്ത, അന്ന് സംസ്ഥാന APEക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ കറാമത്തുള്ള കുത്തുബി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ സമസ്തയിലേക്ക് എഴുത്തെഴുതുകയും ആ സമസ്ത വീണ്ടും അതേക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും 5 ആളെ വെച്ച് പഠിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് ശേഷം നേടിയ മുഷാവറ, ആ മുഷാവറയിൽ വെച്ചാണ് തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന തീരുമാനം അന്ന് 65 സമസ്ത എടുക്കുന്നത്. അതിന്റെ രേഖകളൊക്കെ കയ്യിലുണ്ട്. ചോദ്യം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം. ആ രീതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രമല്ല മർഹൂം അണ്ടോൺ ഉസ്താദ് അല്ലാഹു തആല ഏറ്റി കൊടുക്കുമാറാവട്ടെ, വരെ മദദ് തന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് അവர்களுം MA ഉസ്താദ് അടക്കമുള്ള പലരും അതിനെതിരെ നന്നായി പ്രസംഗിക്കുന്നുണ്ട്. അന്ന് അണ്ടോൺ ഉസ്താദിന്റെ ഹാദിമായി പെട്ടിയും പിടിച്ചിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ. ഇപ്പൊ ഇന്നലെ എനിക്ക് പരിപാടി മംഗലാപുരത്തിയാണ്. അവിടെ ട്രെയിന് കാത്തിങ്ങനെ രാത്രി 1:30 ട്രെയിനാ പോകുന്നത്. അത് കാത്തിങ്ങനെ കൊതുകിന്റെ കടി ഇങ്ങനെ കൊണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇത് പണ്ടത്തെ ഓർമ്മ എനിക്ക് വരികയാണ്. അന്ന് അണ്ടോൺ ഉസ്താദിന്റെ കൂടെ പെട്ടിയും പിടിച്ച് വരും. ഉസ്താദിന് ഷാള് വിരിച്ചു കൊടുക്കും. ഉസ്താദ് പതുക്കെ അവിടെ കടക്കും. എന്ന് ഞങ്ങൾ പതുക്കെ എന്നിട്ട് ഇങ്ങനെ കൊതുക് നാട്ടിയിരിക്കും. എന്നിട്ട് അണ്ണാച്ചി ലോറിക്കോ അല്ലെങ്കിൽ ട്രക്ക് വണ്ടിക്കോ ട്രെയിനോ തിരിച്ചു കോഴിക്കോട് എത്തും. ആ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അന്ന് ഉസ്താദിന്റെ കൂടെ നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ തബ്ലീഗ് പിഴച്ചതാണ് എന്ന് ഉറപ്പാ. പക്ഷേ ഞാൻ വിമർശിച്ചിരുന്നില്ല 2 കാരണങ്ങളെ കൊണ്ട്. ഒന്ന്, നമ്മളൊരു കാര്യം വിമർശനാത്മകമായി പറയുമ്പോൾ അതിന് അപ്പുറവും ഇപ്പുറവും അതിന്റെ ആളുകൾ ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അന്ന് ആ കഴിവില്ല. കാരണം തബ്ലീഗ് ജമാഅത്തിന്റെ മിക്ക ഗ്രന്ഥങ്ങളും ഉറുദു ഭാഷയിലാണ്. അതുകൊണ്ട് അവരുടെ സംബന്ധിച്ച് ആഴത്തിൽ അറിയൂല. ഇന്ന് പലരും അറിയാതെ തബ്ലീഗ് ജമാഅത്തിൽ കൂടുന്നത് പോലെ തന്നെ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഉറുദു അറിയാത്തത് കൊണ്ടും ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടും ഞാൻ അവരെ വിമർശിക്കാറില്ല. മറ്റൊന്ന്, എന്റെ ടൗൺ മഞ്ചേരിയാണ്. മഞ്ചേരി ടൗണിൽ അന്ന് സുന്നികൾക്ക് പള്ളി ഉണ്ടായിട്ടില്ല. ഉള്ളത് മുശക്കൽ പള്ളിയാണ്. ആ പള്ളിയിൽ ചെന്ന ഇവരെ പെരുമാറ്റം കാണുമ്പോ വശ്യമാറ്റോ എന്തോ ഒരു റാഗത്തുള്ള മനുഷ്യന്മാര് എന്ന് തോന്നി ഞാൻ തൽക്കാലം എതിർക്കാതിരുന്നതാണ്. പിന്നെ മർക്കസിൽ നിന്ന് സഖാഫിയായ ശേഷം ഉത്തരേന്ത്യയിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. അവിടെ എത്തിയപ്പോൾ വല്ലാഹി എനിക്ക് തോന്നിയ രാശിയം, തബ്ലീഗ് ജമാഅത്തിന്റെ ഉത്ഭവം ഉത്തരേന്ത്യയിൽ എവിടെയോ ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു ദയൂബന്ദിൽ നിന്നാണ് അവരെ തുടക്കം. എങ്കിൽ ശത്രുക്കൾ പറഞ്ഞത് കേട്ടൊരു പാർട്ടിയെ വിലയിരുത്തേണ്ടതില്ല. അവരുടെ കേന്ദ്രത്തിൽ പോയി തന്നെ പഠിച്ചു കളയാം. അത് മനസ്സിലാക്കി ഞാൻ നേരെ ദയൂബന്ദിലേക്ക് വണ്ടി കയറി. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയ ഉടനെ കുതിരവണ്ടിക്കാണെന്ന് 20 രൂപക്ക് സവാരി. കുതിരവണ്ടിക്കാനോട് ദാറുൽ ഉലൂം ചാഹിയേ എന്ന് പറഞ്ഞപ്പോൾ കുതിരവണ്ടിക്കാൻ തിരിച്ചു ചോദിക്കുന്നു, ദാറുൽ ഉലൂം അസ്ൽ യാ വഖഫ്, ഏതാ പോകേണ്ടത്? അപ്പൊ തന്നെ തിരിച്ച് തബ്ലീഗ് 2 ഗ്രൂപ്പ് ഉണ്ടോ? ഏതായാലും ഏത് പറയണമെന്ന് അറിഞ്ഞുകൂടാ, ഏതെങ്കിലും ഒന്ന് പറയണല്ലോ. ഞാൻ പറഞ്ഞു അസ്ൽ ചാഹിയേ, എങ്ങോട്ടിലും ഒന്ന് എത്തട്ടെ എന്ന് വിചാരിച്ചു. ചുരുക്കി പറയട്ടെ, അങ്ങനെ അവരുടെ കേന്ദ്രത്തിലെത്തി. ഞാൻ എത്തിയിട്ട് അവരെ ക്ലാസ്സുകളൊക്കെ ഞാനൊന്ന് കൂടി. ഈ നാട്ടുകാരെ പലരും അവിടെ ഉണ്ട്, തെക്കൻ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ. അവരോട് ഞാൻ അവസ്ഥകളൊക്കെ ചോദിച്ചു. ഞാൻ കാഞ്ഞാർ ഇവിടെ വരാറുണ്ടോ? ചൊയൽ ഇവിടെ വരാറുണ്ടോ? ചെറുപ്പ് വരാറുണ്ടോ? ഇവിടുത്തെ തബ്ലീഗിന്റെ നേതാക്കളെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ പലരും അവിടെ ദൈവബന്ധിൽ വരാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. കാസിമി ഡിഗ്രി കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ മൗലിദ് ഓതാറുണ്ടോ? ഓതാറില്ലെന്ന് മാത്രമല്ല, മൗലിദ് ഓതിയ ആളുകളെ പുറത്താക്കാൻ അന്തരീക്ഷാണുള്ളത്. അങ്ങനെ പതിയെ പതിയെ ആശയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ ഇനി ആ വഖഫിലേക്കൊന്ന് പോകണം. അങ്ങനെ 2ാം ഗ്രൂപ്പ് തബ്ലീഗിന്റെ കോളേജിൽ പോയി അവിടെയും താമസിച്ചു. അവരെ കുറിച്ചും പഠിച്ചപ്പോൾ സംഘടനാപരമായ വ്യത്യാസങ്ങളേ ഉള്ളൂ, ആദർശത്തിൽ 2 കൂട്ടരൊന്ന് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ നേതാക്കന്മാരെ ഗ്രന്ഥങ്ങളൊക്കെ കിട്ടാൻ എന്തുണ്ട് മാർഗം? അവർ പറഞ്ഞു, ഏകീത്വമിലേക ഇവിടെ തന്നെ കിട്ടുമല്ലോ. അങ്ങനെ ആ ദാറുൽ ഉലൂം എന്ന സ്ഥാപനത്തിന്റെ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ബുക്ക് സ്റ്റാളുകളിലൂടെ നടന്ന് തർക്കിച്ചു വാങ്ങിയ ഏതാണ് ഗ്രന്ഥങ്ങൾ അപ്പൊ കൊണ്ടുവന്നത്? 1-2 മാത്രം അണ്ടോൺ ഉസ്താദിന്റെ പഴയ അലമാരയിൽ നിന്ന് ബറക്കത്തിനെടുത്തത്. ബാക്കി മുഴുവനും ഞാൻ തന്നെ വാങ്ങിയതാണ്. പിന്നെ ഡൽഹിയിൽ വന്ന് ഉറുദുക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്നായി അതങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്
നിന്ന് മുത്താറ ചെയ്തു, സംശയം തീർത്തു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഡൽഹിയിൽ ഇവർക്കൊരു കേന്ദ്രം ഉണ്ട്. ദയൂബന്ദ് ഉലമാക്കളും തബ്ലീഗ് ജമാഅത്തും എന്ന് പറഞ്ഞ് പി മുഹമ്മദ് ഇസ്ഹാഖ് അൽ ഖാസിമി കാഞ്ഞാർ, അദ്ദേഹം തബ്ലീഗിന്റെ നേതാവാണല്ലോ. കാഞ്ഞാർ മൂസ മൗലാന എന്ന ആളാണ് തബ്ലീഗ് ജമാഅത്തിനെ കൊണ്ടുവന്നത്. അതിനെ കേരളത്തിൽ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചവര് നിങ്ങൾ ജില്ലക്കാരുമാണ്. തൊടുപുഴയിലെ ജുമഅത്ത് പള്ളിയാണ് അതിന്റെ ആദ്യ കേന്ദ്രമെന്ന് അവരുടെ ഗ്രന്ഥത്തിൽ വായിക്കാൻ കഴിഞ്ഞതാണ്. അതെന്നേക്കാൾ നിങ്ങൾക്കായിരിക്കും അനുഭവം ഉണ്ടാവുക. ഏതായിരുന്നാലും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, തബ്ലീഗിന്റെ ഏറ്റവും വലിയ മർക്കസുകളിൽ ഒന്നാണ് ഡൽഹിയിലെ മർക്കസ്. നിസാമുദ്ദീൻ വലിയുല്ലാഹി ദഹ്ലവിയുടെ തൊട്ടു മുമ്പിലുള്ള ആ വലിയ ബിൽഡിംഗ്. ഞാൻ അവിടെ പോയി, അവരുടെ ദൗറയിൽ പങ്കെടുത്തു, അവരുടെ ദീനി ദേവത്തിലും തബ്ലീഗിലും ഞാൻ കൂടി, അവരുടെ ക്ലാസുകൾ ഞാൻ കേട്ടു. അങ്ങനെ അവരുമായി ചങ്ങായിത്തത്തിലായി, ആത്മാർത്ഥമായി ഇവരെ കുറിച്ചൊന്ന് പഠിക്കണമെന്ന ചിന്തയിൽ തന്നെ. ചുരുക്കി പറയട്ടെ, ബംഗ്ലാദേശിൽ നിന്ന്, അതേപോലെ ശ്രീലങ്കയിൽ നിന്ന്, പല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജമാഅത്തുകൾ സ്ഥിരം വരുന്നത് കൊണ്ട് 24 മണിക്കൂറും ബാത്റൂമുകളടക്കം തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ ആ വരുന്ന സംഘത്തിൽ നിന്ന് ഒന്നുപോലും അതിന്റെ 25 മീറ്റർ അപ്പുറത്താണ് നിസാമുദ്ദീൻ ദഹ്ലവി റളിയല്ലാഹു തആല മക്ബറ ഉള്ളത്. ഈ മക്ബറയിൽ സിയാറത്തിന് വരാറില്ല. മാത്രമല്ല അവിടെ നടക്കുന്ന മൗലീദ് സദസ്സുകൾ പല സ്ഥലത്തും ഒരൊറ്റ മൗലൂദ് സദസ്സിലും ഈ തബ്ലീഗിന്റെ ആളുകൾ കൂടാറില്ല. ഇന്ന് മാത്രമല്ല, ദയൂബന്ദ് ദാറുലുലൂമാണ് ലോകത്തെ കേന്ദ്രമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കേന്ദ്രമാണ് മർക്കസ്. ഈ രണ്ട് സ്ഥലത്തും ഞാൻ റബീഉൽ അവ്വൽ തന്നെ പോയി. പക്ഷേ അവിടെ മൗലിദ് നടക്കാറില്ല. ഞാൻ കാണാത്തത് കൊണ്ട് ചോദിച്ചു, ഇല്ല, ഇവിടെ മൗലിദ് ഓതാറില്ല. ഇല്ല. കുത്തുബിയത്തോ അല്ലോ അത് ശിർക്കാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വ്യക്തമായി തബ്ലീഗ് ജമാഅത്തുകാർ ഈ ബിദ്അത്തിന്റെ ആശയമൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് കേരളത്തിലെ തബ്ലീഗും ഇത് രണ്ടാണോ എന്നൊരു ഡൗട്ട്. കാരണം നമ്മുടെ നാട്ടിൽ ചില തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളൊക്കെ പലപ്പോഴും മൗലിദിന് ഇരിക്കാറുണ്ട്, ഹദ്ദാദ് ചൊല്ലാറുണ്ട്, റിക്കൽക്കൊക്കെ വരാറുണ്ട്. അതൊന്നുകിൽ അവന്മാർക്ക് തബ്ലീഗ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കൂടിയിട്ട് ആളുകളെ വശീകരിക്കാൻ വേണ്ടിയാണ്. ചൂണ്ടയിടും പോലെ, ചൂണ്ടയിടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ചൂണ്ട ഈ കൊക്കയിൽ ഇങ്ങനെ മീനുകൾക്ക് ഭക്ഷിക്കാനുള്ള വല്ല വസ്തുവും കോർത്തതിന് ശേഷം നമ്മൾ ഇട്ടു കൊടുക്കുകയാണ്. അപ്പൊ കഴിക്കാൻ വരുന്ന മീൻ ചിന്തിക്കുന്നു, നല്ലൊരു ആജിക്ക, നല്ല മനുഷ്യൻ, നമുക്ക് കഴിക്കാൻ റിലീഫ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നില്ലേ, എന്തൊരു നല്ല മനുഷ്യനാ, ആ മീനൊന്ന് കൊത്തുക. ഇത് കൊത്തുമ്പോൾ ഈ മഹാരത്തുള്ള ചൂണ്ടക്കാരൻ പെട്ടെന്ന് ഇത് വലിച്ചു കളയൂല, ഒന്നുകൂടെ ലൂസാക്കി കൊടുക്കും. ഒരു 12 ദിവസത്തെ ജമാഅത്തിന് കൂടെ പോരട്ടെ. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇത് ഒന്നുകൂടെ കൊത്തുമ്പോൾ ഒന്നുകൂടെ ലൂസാക്കി, ഒരു 40 ദിവസത്തിന് ഒന്നുകൂടെ വരട്ടെ. അങ്ങനെ ഏകദേശം ആശയം ഈ മീനിന്റെ വയറ്റിലായി എന്ന് കാണുമ്പോൾ അഖദനാഹും ബഗ്താ, ഒരൊറ്റ വലി, അതോടുകൂടെ ഖലാസ്, പിന്നെ പൂർണ്ണമായിട്ട് ലയിച്ചു കഴിഞ്ഞു. പിന്നെ വഹാബിസത്തിന്റെ ഒറിജിനൽ ആശയം. ഇത് കുറ്റപ്പെടുത്താനല്ല, കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ലേശം പെട്ടെന്ന് വീണ്ടും തിരിയും. ഈ പരിസരങ്ങളിലൊക്കെ പെട്ടെന്ന് അതറിയൂല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് വേഷവിധാനം. അതിപ്പം മൊത്തത്തിൽ കേരളത്തിന്റെ പുറത്തു പോയാൽ ഈ പൈജാമയും കുർത്തയും ഈ തൊപ്പിയും തലപ്പാവും താടിയും അത് തന്നെയാണ് മിക്കവാറും ആളുകൾക്ക്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മദ്ഹബിന്റെ ഉടമയാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റേത്. ഷാഫി ഇമാമിന്റെ മദ്ഹബിന് അത്ര ആളുകൾ ഇല്ല. ഈജിപ്തിൽ കുറച്ചുണ്ട്, ഇറാഖിൽ കുറച്ചുണ്ട്, ഇന്തോനേഷ്യയിൽ ഉണ്ട്, പിന്നെ നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ മറ്റു പരിസരത്തെ ദ്വീപുകളിലും കുറച്ചുണ്ട്. ഇതാണ് കാര്യമായിട്ടുള്ളത്. ബാക്കി മിക്കവാറും ഞാൻ പോയെടുത്തോളം GCC-യിൽ കുവൈത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അൽഹംദുലില്ലാഹ് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ, ലക്ഷദ്വീപുകളിൽ, പിന്നെ കേരളത്തിന് പുറത്ത് കാശ്മീർ ഒഴിച്ചുള്ള ഇന്ത്യന്റെ സംസ്ഥാനങ്ങളിലും ഇവിടെയൊക്കെ പോയെടുത്തോളം എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, അവിടെയൊക്കെ ഭൂരിഭാഗം ഹനഫി മദ്ഹബുകാരാണ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. പക്ഷെ ആ വേഷവിധാനം കാണുമ്പോ, ഇപ്പൊ ഞങ്ങളൊക്കെ ഏരിയയിൽ ചിലപ്പം വരുമ്പോ സലാം പറഞ്ഞാൽ പോലും മടക്കൂല ചില ആളുകൾ. കാരണം ഈ വേഷം കണ്ടാൽ തബ്ലീഗാന്ന് മനസ്സിലാക്കി. അതിന് ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അത് ഞാനായാലും അങ്ങനത്തെ, ഞാനിപ്പോ ഇവർക്കൊക്കെ മറുപടി പറയുന്ന ആളാണ്. പക്ഷെ ഞാൻ ആ ഒരു വേഷം ധരിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നാൽ എന്നോടും പറയൂല. ഒരു ഉദാഹരണം ഞാൻ പറയാ. ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് CM ഇബ്രാഹിം മന്ത്രിയാണെന്ന്, കേന്ദ്രമന്ത്രിയാണ്. അയാളുടെ വീട്ടിൽ മൗലിദിന് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിക്കപ്പെട്ടു. ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഒരാളിങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇയാൾ എവിടെയോ കണ്ട പരിചയം, പക്ഷെ കേരളക്കാരൻ നല്ലതാണ്.
പിന്നെ എനിക്ക് ഓർമ്മ വന്നു, പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഡൽഹി ഇമാം അബ്ദുള്ള ബുഖാരി അദ്ദേഹമാണത്, മരിച്ചു, അഫർത്ത് കൊടുക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ തങ്ങളാണെന്ന് മനസ്സിലാക്കി ഞാൻ ചെന്ന് കയ്യുമൊത്തി. അപ്പൊ കേരളക്കാരായ 4-5 വിദ്യാർത്ഥി എന്റെ കൂടെ ഉണ്ട്, അവരും കയ്യുമൊത്തി. പക്ഷെ ഉറുദു വിദ്യാർത്ഥികൾ കൈമൊത്താതെ മാറി നിന്നു. ഇവര് ദേഷ്യത്തോട് കൂടെ നോക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ എന്ത് ചോദ്യം വെച്ചു. ഞാൻ ചോദിക്കോ എന്തേ? ഓ സുന്നിയേന, ഓ ആലിമേന, ഓ സയ്യിദേന, ठीक है वो सुन्नी है, वो आलिम है, वो सയ്യിദ് भी है. ഞാൻ ചോദിച്ചു പിന്നെന്തേ കൈ ചുംബിക്കുന്നതിന്? അപ്പൊ ഇവരെന്നോട് പറയാ, ദൈവോപന്തികളെ കുറിച്ച് കാഫറാണ് അയാൾ, എന്താ പറയാത്തത്? അതുകൊണ്ട് അയാളെ കൈവത്തൂല. നിങ്ങൾ അവരെ ഗൗരവം നോക്കണം. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ കാഫറാണെന്ന് അയാൾ പറയണില്ലല്ലോ, അത് പറയണ്ടേ? അതുകൊണ്ട് പറയാത്തതുകൊണ്ട് അയാളും വെച്ചതാണ്. ആ ഗൗരവമുള്ള ആളുകൾ പിന്നെ ഈ വേഷം കണ്ട സലാം അടക്കുവോ? ചോദിക്കും നിങ്ങൾ. അത്രയും ഗൗരവത്തിലാ. അപ്പൊ എനിക്കത് അത്ര ഓടിയില്ല. പിന്നെ ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം തബ്ലീഗിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് ഇവരെ കുറിച്ച് ഇങ്ങനെ ഫത്വ ഉണ്ട് എന്ന് വരെ ബോധ്യപ്പെട്ടത്. ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ വേഷവിധാനം കണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വാഭാവികമായും ഇവരെ കൂടെ ഈ നാട്ടിലെ ആളുകൾ ചിലപ്പോൾ കൂടും. ഞങ്ങളെ മറുഭാഗത്തുനിന്ന് വലിയ ഗ്രിപ്പ് ഇവർക്കില്ല. കാരണം ഒന്ന് വേഷം വേറെ, 2 സംസ്കാരം വേറെ. പിന്നെ ഇപ്പൊ മിനിയാന്നും ഇന്ന് വരുന്ന സമയത്ത് എനിക്ക് വിളിച്ചു ഒരു തബ്ലീഗ് ജമാഅത്തുകാരൻ. ഈ ദുആ ചെയ്തതിന് ശേഷം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി റസൂലുള്ളാഹ് എന്ന് ഇമാം വിളിച്ചപ്പോൾ ബഹളമുണ്ടാക്കി, അത് ശിർക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സുന്നികളൊക്കെ ഒരുമിച്ച് പോകുന്ന മഹല്ലായിരുന്നു, പ്രശ്നമായിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് മീറ്റിംഗ് ആണ്, കുറച്ച് രേഖ വേണമെന്നിട്ട് എനിക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു നാളെ നാട്ടിലേക്ക് എത്തൂ, വന്നിട്ട് പരിഗണിക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിറം ഇങ്ങനെ വെളിവാക്കുന്ന, അതേ സമയത്ത് ഞാൻ അവരെ കുറിച്ച് വ്യക്തമായി പഠിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. സുന്നത്ത് ജമാഅത്ത് ആളുകൾ ചെയ്യുന്ന മാല മൗലൂദ്, ഹദ്ദാദ് റാത്തിബ്, കുത്തുബിയത്ത്, തവസ്സുൽ, ഇസ്തിഗാസ തുടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് ആചാരങ്ങളെ ഈ വിഭാഗം നഖശിഖാന്തം വന്നത്. ഇതെനിക്ക് അവർ പറഞ്ഞപ്പോ ിന് പുറമെ രേഖ വേണം എന്ന് തോന്നി. കാരണം ആളുകളോട് പറയണമല്ലോ. അങ്ങനെ ആ ഫതവ റഷീദിയ പഠിച്ചേ ഞാന് ഇവർ നേതാക്കന്മാരെ കുറിച്ച് ആദ്യം ഒന്ന് പഠിച്ചു. അപ്പൊ അതിന് മലയാള പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ ബോധ്യപ്പെട്ടു, റഷീദ് അഹമ്മദ് ഗംഗോഹി, ഖലീൽ അഹമ്മദ് അംബേട്ടവി, അഷറഫ് അലി താനവി, മഹ്മൂദ് ഹസൻ ദയ്യൂബന്തി, അങ്ങനെ തുടങ്ങി കുറെ നേതാക്കന്മാർക്കൊക്കെ ഇവൾ റളിയല്ലാഹു അൻഹു ചൊല്ലും. ഞാൻ വിമർശിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ ചോദ്യത്തിന് അവസരം വേണമല്ലോ. ഈ ഉദാഹരണത്തിന് ഇവിടുത്തെ കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവർ പള്ളിയിൽ ഇരുന്ന് വായിക്കുന്ന, താലീമിൽ വായിക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ, പിന്നെ ഫലായിലെ ദിക്റും, ഫലായിലെ സ്വലാത്ത്, ഫലായിലെ സൗമ്, ആ പുസ്തകത്തിന്റെ കാമുകത്തില് കാഞ്ഞാർ മൂസ മൗലാനയുടെ ആമുഖം കാണും. കാഞ്ഞാർ മൂസ മൗലാനെ എന്നെക്കാൾ പരിചയം നാട്ടുകാർക്ക് ഉണ്ടാവും, പ്രായം ചെന്ന ആളുകൾക്ക് എന്തായിരുന്നാലും കാണും. അദ്ദേഹമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സാധനത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ഇതായിരുന്നാലും ആ ആള് എഴുതി കൊടുത്ത ആമുഖത്തിൽ ഈ പറഞ്ഞ നേതാക്കന്മാരെ മുഴുവൻ മഹത്വവൽക്കരിക്കുകയും നേതാവാണ് മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി. ആ ഗംഗോഹിയുടെ കിതാബാണ് ഫതവ റഷീദിയ, പഠിച്ച ഗ്രന്ഥം. ഞാൻ സാധാരണ ഫോട്ടോ കോപ്പിയാണ് എല്ലാത്തിനും കൊണ്ടുപോകാറുള്ളത്. ഇപ്പൊ ഇന്നലെ അടക്കെടുത്തത്, കാരണം വെറുതെ ഇത് കുറെ ആഫിയത്ത്, ഞാൻ മരിച്ചാലും കിതാബ് ജീവിച്ചിരിക്കണമല്ലോ, അതുകൊണ്ട് ഇത് കേടുവരാതിരിക്കാൻ. ഇവിടെ ചിലപ്പോൾ തബ്ലീഗിന്റെ ആളുകൾ ആരെങ്കിലും വന്നാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് നേരെ ഇതൊന്ന് കാണിച്ചു കൊടുത്ത് സന്തോഷത്തോടു കൂടെ പിരിയാം എന്ന് മനസ്സിലാക്കി. പിന്നെ തെറ്റിദ്ധരിച്ച് അവരെ കൂടെ കൂടിയ ആളുകളുണ്ടാവും, ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. ഏജ് ഓവറായിട്ട് വീട്ടിൽ നിൽക്കുന്നതിന് മകള്, പ്രായം 35 വയസ്സായി, ഉപ്പ മരിക്കാനുമായി, കൂടെയുള്ള സഹോദരിമാരൊക്കെ കല്യാണം കഴിഞ്ഞു, 4-5 മക്കളായി. അതിങ്ങനെ വരുന്ന കാണുമ്പോൾ ഉപ്പാക്ക് വല്ലാത്ത ടെൻഷൻ. അപ്പോഴാണ് പള്ളിയിലെ മുക്രിക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല ആജിക്ക നിങ്ങളെ മോളെ കല്യാണം കഴിക്കുമോ? ഒരു പുതിയാപ്പിള ഞാൻ എടുത്ത്, എത്ര 55 വയസ്സുണ്ട് പുതിയാപ്പിളക്ക്, പക്ഷെ അധികം പൊന്നും പണമൊന്നും വേണ്ട, ഒരു 5 പവന്റെ ആഭരണവും ഒരു 10,000 രൂപയും കൊടുത്തേച്ചാൽ മതി, നല്ല മനുഷ്യനാ എന്ന് പറയുമ്പോ കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കൂല. എന്റെ മകൾക്കൊരു ജീവിതം ഹലാലായി കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കുക തീരുമാനിക്കും. പുതിയാപ്പിള അവിടെ നിൽക്കുകയും ചെയ്യും. ആ പുതിയാപ്പിള പറയുന്ന ഭാഗ്യം ഞാൻ വിളിച്ചോളാം, അല്ലോ എന്തോ ഒരു നല്ല മനുഷ്യൻ. പോകുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കീസ്, ഇതെന്താ പുതിയാപ്പിള? ഇത് തക്കാളി. ഓ ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ടിയിരുന്നില്ല, 1.5 കിലോ 10 രൂപക്ക് കിട്ടിയപ്പോൾ വാങ്ങിയതാ ഉപ്പ, പ്രശ്നമാക്കണ്ട. ഓ പിന്നെ ചെല്ലുന്ന പിറ്റേ ദിവസം ഒരു പേരക്കയുടെ കീസ്, മക്കൾക്ക് ഇരിക്കട്ടെ, 5 രൂപയ്ക്ക് ഒരു കീസ് നിറച്ച് കിട്ടിയതാണ്. എന്തൊരു നല്ല മരുമകൻ, വീട്ടുകാർക്കൊക്കെ ക്ലീൻ ചീട്ട്.
നേരത്തിന് പള്ളിയിൽ പോകുന്നു, വളരെ സന്തോഷം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഇനി ഇതിലേറെ എങ്ങോട്ട് പോകണോ? ഉടനെ ഒരു പുതിയാപ്പിള്ളയും കൂടി ഈ സൈസ് കിട്ടി അടുത്തിനും കെട്ടിക്കാൻ വിചാരിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് പെണ്ണ് ഗർഭിണിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിമിഷം ഇയാളെ കാണുന്നില്ല. കാണാതെ ഒന്നിക്കും ബേജാറായി. അപ്പൊ ഇവളെന്താ ആവശ്യം? അലമാര തപ്പി, അയ്യാ എന്റെ വള കാണാനില്ല, എന്റെ ചെയിനും കാണാനില്ല. അപ്പൊ അമ്മായിമ്മ പറഞ്ഞു എന്റെ അറിഞ്ഞാണും കാണാനില്ല. അമ്മോശം പറഞ്ഞു മേശയുടെ വലിപ്പ് തുറന്നിട്ടുണ്ടല്ലോ, ഓ ATM കാർഡും കാണാനില്ല. നോക്ക് നിങ്ങൾ, ഇപ്പോഴാണ് തട്ടിപ്പ് പിടിച്ച്. പക്ഷെ ഇയാളെ കുറ്റപ്പെടുത്താൻ പറ്റി. മോക്ക് കെട്ടിച്ചു കൊടുത്തതാണ്. പക്ഷെ ഇത് തട്ടിപ്പായിരുന്നു എന്ന് അറിയാൻ വൈകിപ്പോയി. ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പിള്ളേരോ ആളുകളോ ഇവരെ കൂടെ ഇങ്ങനെ കൂടിയിട്ട് 40-15 മുമ്പ് കള്ളുഷാപ്പിൽ കിടക്കുന്ന ആളല്ലേ മിഹ്റാബിൽ ഇപ്പോൾ സുബഹി നിസ്കരിച്ചുകൊണ്ട് കിടക്കുന്നത് അല്ലേ? മഞ്ഞ സാഹിത്യം വായിച്ച ആളല്ലേ ഖുർആൻ കയ്യിൽ നിന്ന് വെക്കാതിരിക്കുന്നത് അല്ലേ? നോക്ക് നിങ്ങൾ. മാത്രമല്ല കള്ളും കുപ്പി കൈ പിടിച്ചവരല്ലേ തസ്ബീഹ്മാല പിടിക്കുന്നത്. എന്തൊരു തഖ്വയാണിപ്പോൾ. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ആരായാലും അതിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. ഒരിക്കലും ഞാൻ ചീത്ത പറയുന്നില്ല. പരലോകത്തിന്റെ വിഷയമാണ്. ഇതൊരു ഇലക്ഷൻ പ്രചരണമാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, താൽക്കാലിക വികാരത്തിന് പത്തപ്പിരിയം മുസ്ലിയാർ എന്തൊക്കെയോ പറഞ്ഞു വോട്ട് തട്ടാൻ. നോ, ജീവിതത്തിൽ അങ്ങനെ ഒരു ഗതി തരല്ല റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്നവരാ ഞങ്ങൾ. അങ്ങനെ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയും കടിപിടി കൂടാറില്ല. അതേസമയം ഇതൊരു പരലോകത്തിന്റെ വിഷയമാണ്. അറിയാതെ കുടുങ്ങിപ്പോയ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങളെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളെ ധാരണയിൽ നന്നായി എന്നാകാം, എന്നാൽ കേട്ടോളൂ വ്യക്തമായി. ഈ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവിനോട് ഒരു ചോദ്യം. എന്താ ചോദ്യം? ഈ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കൽ പുണ്യകരമാണോ അല്ലയോ? ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത് ഒന്നുകിൽ പുണ്യകരം ആണ്, അല്ലെങ്കിൽ തെറ്റാണ്. ഇത് രണ്ടു മറുപടിയും കൊള്ളാം. പക്ഷെ പുണ്യകരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതോടുകൂടെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. കാരണം തബ്ലീഗ് ഉണ്ടാക്കിയത് പതിയെ 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 വഹാബിസത്തിന്റെ ആശയത്തിലേക്കോ ഒന്നുമല്ലാത്ത ഒരു പുതിയ ആശയത്തിലേക്കോ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മൗലിദ് ഓതാൻ പറ്റൂല. മൗലിദ് ശിർക്കാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അപ്പം വഹാബികൾ നിങ്ങൾ തമ്മിൽ എന്താ മാറ്റോ, ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ തമ്മിൽ എന്താ മാറ്റോ എന്ന് ചോദിക്കും. ഇത് സത്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ സാധാരണ പറയലുണ്ട്, ഞങ്ങളെയൊക്കെ ഭാഗത്ത് ഈ കാലത്ത് നാഷ്ടക്ക് പുട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും. ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ആ പുട്ടിലേക്ക് കറിയായി ചെറുപയർ കൊണ്ട് കറി വെക്കും, ഇത്തിരി ലൂസാക്കിയിട്ട്. പക്ഷെ പുട്ടിനൊരു സ്വഭാവമുണ്ട്. ഒരു 11 ആയി കഴിഞ്ഞാൽ പിന്നെ പുട്ട് പിന്നെ ചെലവാകൂല, അതിന് ഗ്യാരണ്ടി തോന്നുന്നു. അത് ഉണങ്ങിയിട്ട് പിന്നെ അവിടെ കിടക്കും. പക്ഷെ കഴിവുള്ള പണ്ടാരിയാണെങ്കിൽ ചെറുപയർ വെറുതെ കളയൂല, അതൊന്ന് വറവിട്ട് ഒന്ന് ആറ്റി കുറുക്കിയിട്ട് ചോറ് ഊണിന്റെ കൂടെ ഒക്കതായ സുന്നത്താണല്ലോ ഉപ്പേരി, അങ്ങനെ ഉപ്പേരിയാക്കിയിട്ട് മാറ്റും. എന്നാൽ ഈ ഊണിന്റെ ചെലവ് ഒരു 3 മണി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ ഊൺ തീർന്നു. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഊണിന് സമസ്ത അംഗീകാരം പിൻവലിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ കാടി. ആ സമയത്ത് ഇതേ ചെറുപയർ എടുത്ത് തേങ്ങ ചുരണ്ടി ശർക്കര മിക്സാക്കി അരിപ്പടിയും കൂട്ടി ഏകദേശം ഉരുള മോഡലാക്കിയിട്ട് ഒരു നല്ല ജുബ്ബ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു തബ്ലീഗിന്റെ അല്ല, ഒരു മൈദപ്പൊടിയുടെ ജുബ്ബ. ഈ മൈദപ്പൊടി ജുബ്ബ അങ്ങോട്ട് ഇട്ടാൽ പേര് സുഗീൻ. ആഹാ, നോക്ക് നിങ്ങള്. എന്നും കൂടെ ചെറുപ്പം മഴക്കാലായി തണുത്തു പോയാൽ ഒരു 6 മണി കഴിഞ്ഞാൽ ആ ജുബ്ബ അങ്ങോട്ട് അടിച്ചിട്ട് പാലലേശം ഒഴിച്ച് പിന്നെ ലൂസാക്കിയിട്ട് പായസം. ഇത് രാവിലെ പുട്ടിലെ പയറാണ്, വൈകുന്നേരം പായസമായി മാറിയത്. പക്ഷെ വിവിധ പേരുകൾ സ്വീകരിച്ച് രൂപം പ്രാപിച്ച് വരുന്നത് കൊണ്ട് ഒരേ കഴിച്ച ആളാണ് ഈ 4 കഴിക്കുന്നത്. അയാൾക്ക് അറിഞ്ഞുകൂടാ സാധു ഇത് രാവിലത്തെ ചെറുപയറാണെന്ന് അറിയില്ല. അറിയാതെ മോഡൽ മാറി വന്നവ കഴിച്ചു പോയതാ. ഇതേ രീതിയിൽ സംഭവത്തിൽ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുപയറാണൊക്കെ. പക്ഷേ രൂപത്തിൽ എരിവും പുളിയും ചുഴയും മാറ്റവും ലൂസും ടൈറ്റും ഇങ്ങനെയുള്ളൊരു മാറ്റം എന്ന് മാത്രമേ ഉള്ളത്. അതറിയാത്തത് കൊണ്ടാണ് പലരും അവരെ കൂടെ കൂടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. ചോദ്യം: തബ്ലീഗ് ജമാഅത്ത് വലിയ ശൈഖായി പരിചയപ്പെടുത്തുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ കിതാബിൽ ഒരു ചോദ്യം: ഇൻഇഖാദെ മജ്ലിസെ മീലാദ് ബിദൂന ഖിയാം റിവായത്തെ സ്വഹീഹ് ദുരുസ്ത് ഹേ യാ നഹി?
ഇത് പണ്ടാണെങ്കിൽ ഞാൻ ഉറുദു അർത്ഥം വെച്ചേണ്ടി വരുമായിരുന്നു. ഇപ്പൊ ഈ ബംഗാളികളും കൊൽക്കത്തക്കാരൊക്കെ സുലഭമായിട്ട് കേരളത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഫർണിച്ചർ മുതലാളിമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം കുല്ലാനെയ്യ് ചുട്ടാനെയ്യ് എന്നൊക്കെ ചൂടാവുന്ന കാലമാണ്. അവിടെ അത്യാവശ്യമൊക്കെ എല്ലാവർക്കും ഉറുദു അറിയും. അപ്പൊ ഞാൻ വെക്കുന്ന അർത്ഥം തെറ്റുണ്ടെങ്കിൽ തിരിച്ചു പറയാം. ഏതായിരുന്നാലും ഇത് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നിക്കാതെ മജ്ലിസെ മീലാദ്, റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഓതുന്ന സദസ്സ് സംഘടിപ്പിക്കൽ, ബിദൂന ഖിയാം. നമ്മൾ സാധാരണ മങ്കൂസ് മൗലിദ് ചൊല്ലിക്കഴിഞ്ഞാൽ അശറഖ ചൊല്ലുമ്പോ യാ നബി സലാം അലൈക്കും എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അത് റസൂലുള്ളാഹിനോടൊരു ബഹുമാന സൂചകമായി എഴുന്നേറ്റ് നിൽക്കാൻ. ഇതില്ല. അത് ശിർക്കാണെങ്കിൽ അത് മാറ്റിവെക്കാം. അതുപോലെ റിവായത്തെ സ്വഹീഹ്, എവിടെ നിന്നോ കിട്ടിയ ഏതെങ്കിലും മോഡലുകൾ മാത്രം രചിച്ചൊരു മൗലിദല്ല, സ്വഹീഹ റിപ്പോർട്ട് കൊണ്ടുണ്ടാക്കിയ മൗലിദാണ്. ഇത് ചെല്ലൽ ദുരുസ്ത് ചെയ്യാൻ ഈ ശരിയോ തെറ്റോ എന്ന ചോദ്യം. അപ്പൊ തബ്ലീഗ് ജമാഅത്ത് നേതാവിനോട് ചോദിച്ചപ്പോൾ മറുപടി കേട്ടോളൂ, ഇൻകാതെ മജ്ലിസെ മൗലൂദ് ഹർ ഹാൽ നാ ജായിസ് ഹേ. എല്ലാവർക്കും തിരിഞ്ഞില്ലേ? ഇപ്പൊ മലയാളം അസ്സലാമു അലൈക്കും മലയാളത്തിലായതുകൊണ്ട് തിരിഞ്ഞു തരണ മാതിരി ഇത് എല്ലാവർക്കും ശൈലി കൊണ്ട് തിരിയും. ഇന്നിക്കാതെ മജ്ലിസെ മൗലൂദ് ഹർ ഹാൽ നാ ജായിസ് ഹേ. ഒരു നിലക്കും മൗലിദോദൽ അനുവദനീയം അല്ല. ഇത് പച്ചയിൽ തുറന്ന ഭാഷയിൽ തന്നെ എഴുതുകയാണ്. ഇതല്ലേ വഹാബിയുടെ വാദം? ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം? ഇതാണ് സത്യത്തിൽ അടിസ്ഥാനപരമായി തബ്ലീഗ് ജമാഅത്തിന്റെ വാദം. ഇത് പക്ഷേ ഇവിടെ പോകുന്ന 12 ദിവസത്തെ 40 ദിവസത്തെ ജമാഅത്ത് തുടക്കത്തിൽ അറിയൂല. ഏതുപോലെ ഏജോറായ പെണ്ണിനെ കെട്ടിയ പുതിയാപ്പളുടെ തട്ടിപ്പ് തുടക്കത്തിൽ തിരിയാത്തതുപോലെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ബോധ്യപ്പെട്ടത്. ഇതുപോലെ ഇപ്പോൾ തബ്ലീഗിന്റെ ബോധ്യപ്പെട്ടു. അത് ക്ലിപ്പുകൾ സഹിതം വെക്കേണ്ടതാണ്. തുറന്നവർ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, തൊടുപുഴയിലെ ജുമുഅത്ത് പള്ളി, ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പരിസരത്ത് എവിടെയോ പ്രസംഗിക്കാൻ വന്നപ്പോ ഞാൻ ആ ജുമുഅത്ത് പള്ളിയെ പറ്റി പരാമർശിച്ചിരുന്നു. അത് കഴിഞ്ഞ് പോയി ഭക്ഷണം കഴിക്കുന്ന വീട്ടില് അന്ന് ചെന്നപ്പോൾ ഒരിക്ക ഓടി വന്നിട്ട് കൊണ്ടുവന്നൊരു സോനീറുണ്ട്. അതിന്റെ പേജാണിത്. മൂസ മൗലാന സ്മരണിക 2003. മൂസ മൗലാന എന്ന വ്യക്തിയാണ് തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ കൊണ്ടുവന്നത് എന്നും അയാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ സ്മരണിക കൊണ്ടു തന്നതാണ്. അയാൾ മരിച്ച റിപ്പോർട്ട് മലയാള മനോരമ 2002 നവംബർ 15 വെള്ളിയാഴ്ചയിലെ മനോരമയാണ്. ഈ മനോരമയിൽ കാഞ്ഞാർ മൂസ മൗലാനയുടെ ഫോട്ടോ സഹിതം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നു, കാഞ്ഞാർ മുഹമ്മദ് മൂസ മൗലാനക്ക് കണ്ണീരോടെ വിട. ആലുവ അന്തരിച്ച തബ്ലീഗ് ജമാഅത്ത് കേരള അമീർ കാഞ്ഞാർ മുഹമ്മദ് മൂസ മൗലാനയുടെ മൃതദേഹം എടത്തല ജംഇയ്യത്തുൽ കൗസരിയ കോമ്പൗണ്ടിൽ കബറടക്കം നടത്തി. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് മൂസ മൗലാനയുടെ നേതൃത്വത്തിലായിരുന്നു. അവ മൂസ മൗലാന എന്ന ആള് വരുന്നതിന്റെ മുമ്പ് കേരളത്തിൽ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇല്ലേ ഇല്ല. ഇനി അദ്ദേഹത്തിന്റെ സ്മരണിക തന്നെ അവിടെ കാണും. അതപ്പുറത്ത് വെള്ള കിതാബിന്റെ അടിയിൽ, അതിന്റെ അടിയിൽ അതിൽ വ്യക്തമായി തന്നെ പറയുന്നു, ഇത് അദ്ദേഹത്തിന് മറ്റു സ്മരണികയാണ്. കാഞ്ഞാർ മൂസ മൗലാന ജീവിതവും ദൗത്യവും എന്ന് പക്ഷെ അവർ നേതാക്കന്മാർക്കൊക്കെ സ്മരണിക ഇറക്കുന്നുണ്ട്, മറുപടിയായിട്ട് പുസ്തകം ഇറക്കുന്നുണ്ട്, മാസിക ഇറക്കുന്നുണ്ട്, സർക്കുലർ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ സംഘടനക്ക് വേണ്ടത്? ഒരു സംഘടന അതിങ്ങനെ പുതിയ പാർട്ടിയൊന്നുമില്ല. ഞങ്ങൾ ജമാഅത്ത് ഇങ്ങനെ 40 ദിവസം പോവും, അത് കഴിഞ്ഞാൽ പിന്നെ ഇമാമ് സലാം വീട്ടിയാ പോകുന്ന പോലെ തിരിച്ചുപോടും. ഇങ്ങനെയാണ് സത്യത്തിൽ പറയാനുള്ളത്. ഇത് ആളുകളെ പറ്റിക്കാനുള്ള പറച്ചിലാണ്. സർക്കുലർ ഇൻഷാ അല്ലാഹ് വായിച്ചു തരാം, നേതാക്കന്മാരും പറയാം എന്നല്ല. 1/2 ഡസൻ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തിനെതിരെ സുന്നി ആലിമീങ്ങൾ പുസ്തകം എഴുതിയപ്പോ അതിന് മറുപടി എന്നോണം അവർ എഴുതിയ പുസ്തകമാണ്. ഒരു പ്രത്യേക പ്രസ്ഥാനവും സംഘടനയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരോപണത്തിന് മറുപടി എഴുതേണ്ട ആവശ്യമുണ്ടോ? സൗദി അറേബ്യയിൽ മഴ പെയ്തതിന് കേരളത്തിൽ എന്താ കുട്ടിയെ കൊട പിടിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഏതോ ആള് വിമർശിച്ചതിന് ഏതോ ആളെന്തിനാ പ്രതികരിക്കേണ്ട ആവശ്യം? പക്ഷേ അവർ സത്യത്തിൽ അത് തുറന്നു തന്നെ സമ്മതിക്കുന്നു. ഇപ്പോൾ സംഘടനാ സെറ്റപ്പിൽ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വായിക്കാൻ വിമർശിക്കാൻ വേണ്ടിയല്ല, അറിയാതെ കുടുങ്ങിപ്പോയവർക്ക് കാര്യം ബോധ്യപ്പെടാനാണ്. ഇത് കണ്ടോ നിങ്ങൾ, കാഞ്ഞാർ മൂസ മൗലാന ജീവിതവും ദൗത്യവും. ഇതിന്റെ 8ാമത്തെ പേജിൽ തുറന്നു തന്നെ പറയുന്നു, 50കളുടെ ആദ്യത്തിൽ തന്നെ തബ്ലീഗ് ജമാഅത്തുകളുടെ പ്രവർത്തനം മലബാറിലെത്തി. ഇസ്ലാം എത്തിയത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഹിജ്റ 5
തബ്ലീഗ് എത്തിയത് 1950-കളിൽ. അപ്പൊ 1300 ചില്ലാനം കൊല്ലം ഇങ്ങനെ ഒരു സാധനം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇല്ല, കേരളത്തിൽ എത്തിയിട്ടില്ല. ദൈവബന്ധില തുടക്കം കുറിച്ചത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, വസ്തുനിഷ്ഠമായിട്ട് അവരെ കൂടെ നടന്ന് പഠിച്ച അടിസ്ഥാനത്തിൽ ഇത് 100% പിഴച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് പിന്നീട് ഞാൻ മർക്കസിലെ ബിരുദാനന്തര കോഴ്സ് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് തബ്ലീഗിനെതിരെ ഞാൻ പ്രസംഗിച്ചത്, രേഖ വെച്ച്. പിന്നെ പരസ്ഥലത്തും അവരുമായിട്ട് ചർച്ച നടത്തി. ആ കൂട്ടത്തിൽ ചർച്ചയാണ് ഒരു 5-8 കൊല്ലം മുമ്പ് ഇവിടെ പറവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഞാനും ചെറു പബുൽ ഖരൂമിലുമായി ഒരു സംവാദം ഒരു 3/4 മണിക്കൂർ നടത്തിയിരുന്നു. അതിൽ സുന്നി പക്ഷം ജയിച്ചിട്ടാണ് ആ പള്ളിയിൽ സഖാഫി ായിട്ട് നിൽക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ അടുത്തെവിടെയാണ് മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ, ഇവിടെ അടുത്തല്ലേ. ആ മുരിക്കാശ്ശേരിയിൽ ഞാനും ഇതേപോലെ ഏലംകുളം സക്കാപ്പിയും അപ്പുറത്ത് ആലിക്കോയ കാശ്മീരും അടക്കം യാത്ര നടക്കുമ്പോ പാലക്കാട് സ്കോർപ്പിയോ വിളിച്ച് പാതിരാക്കളോട് എത്തിയിട്ട് മുരിക്കാശ്ശേരിയിലെ ചർച്ച ഞങ്ങൾ നടത്തിയത്. അത് ഓടിയൊക്കെ പിടിച്ചതാണ്. അതൊക്കെ നമ്മൾ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഞാൻ ഇവർ കുറ്റപ്പെടുത്താനില്ല. ഇത് പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെന്ന് ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് ചോദിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാമെന്നൊരു മോട്ടിവേഷൻ നൽകാനും കൂടിയാണ്. കാരണം ഇതൊരു പുതിയ പ്രസ്ഥാനമാണ് എന്നത് അധികം ആളുകൾക്കും അറിഞ്ഞുകൂടാ. കാരണം എന്താ പറയുക, നിങ്ങൾ ഈ കള്ള് കുടിക്കുന്ന ആള് സ്വാഭാവികമായി പള്ളിയിൽ കാണുമ്പോൾ ഓ നന്നായി പോയി മനസ്സിലാക്കുക, നല്ലവനായി. അതുപോലെ തന്നെ താടി വെക്കാത്തവൻ താടി വെച്ചു തോന്നും, പക്ഷെ ഉള്ളിലത് മോശമാണ് തിരിഞ്ഞില്ല. ഒരു ഉദാഹരണം പറയാം. എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു വയസ്സായ ആള് കുഞ്ഞാക്കാന്ന് പറയാം, എന്നാൽ ദീർഘസമയത്തും കൊടുക്കട്ടെ, 70 വയസ്സ് കഴിഞ്ഞ പ്രവർത്തകനാ അദ്ദേഹം. ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം കുറഞ്ഞ അസുഖത്തിലാണ്. അങ്ങനെ ഗൾഫിൽ നിന്ന് തിരിച്ച് ഞാൻ വന്നപ്പോ അദ്ദേഹം റൂമിലേക്ക് വന്നു. എനിക്ക് നല്ല സന്തോഷം തോന്നി കണ്ടപ്പോ. നല്ല മുഖമൊക്കെ തുടിച്ച് നല്ല ഭംഗിയൊക്കെ വന്ന് ഒരു നല്ല റായത്ത്. ഞാൻ പറഞ്ഞു, കുഞ്ഞാക്ക ഇപ്പൊ തടിയൊക്കെ നന്നായിട്ടുണ്ട്, ഒന്ന് ഭംഗി കൂടിയിട്ടുണ്ട്, ഒന്ന് ഉഷാറായിട്ടുണ്ട്, ഒരു കല്യാണം കൂടെ ഒക്കെ കഴിച്ചു വെക്കാന്ന് പറഞ്ഞു തമാശയിൽ. സലാം അടക്കിയിട്ട് കുഞ്ഞാക്ക പറഞ്ഞു, പൊന്നാര ഉസ്താദേ അത് തടി നന്നായതല്ല, നീര് വന്നതാണ്. നിങ്ങൾ അപ്പൊ ലിവർ തകരാറായിട്ട് നീര് വന്ന് വീർത്തതാ. പക്ഷെ കാഴ്ച എനിക്ക് നല്ല ഭംഗി തോന്നി, അപ്പൊ നന്നായതാന്നാ ഞാൻ മനസ്സിലാക്കിയത്. ഡോക്ടർ ഉള്ളു കണ്ടു, ഇത് ലിവർ തകരാറായതാന്നാ പറഞ്ഞത്. ഇതുപോലെ നമ്മളിങ്ങനെ താടിയും തൊപ്പിയൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് നന്നായിട്ടുണ്ടല്ലോ, കള്ളുകൂടി നിർത്തിയില്ലേ. പക്ഷെ ഒന്നുണ്ട്, ഈ കള്ളു കുടിക്കുന്നവനോ അല്ലെങ്കിൽ വേണ്ടാത്തവൻ ചെയ്യുന്നവനോ അവൻ അറിയാം ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ അതിന് അഡിക്റ്റായി പോയില്ലേ. അതുകൊണ്ട് ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പെങ്കിലും തൗബക്ക് ഒരു ചാൻസ് എങ്കിലും ഉണ്ട്. തൗബ ചെയ്യും ആത്മാർത്ഥമായി, ഞാൻ ഈ ചെയ്തതൊക്കെ തെറ്റായി പോയല്ലോ. അതേസമയം ഒരാള് തബ്ലീഗ് ജമാഅത്തോ മുജാഹിദോ ജമാഅത്തോ ആയിപ്പോയാൽ അയാളെ മനസ്സെന്താ, ഞാൻ നന്നായിട്ടുണ്ട്, ഈ സുന്നികളൊക്കെ മോശ, ഇവർ തജ്വീദ് നിസ്കരിക്കുന്നില്ല, ദിക്ർ ചെല്ലുന്നില്ല, അറാക്കൂട്ട് പല്ല് തേക്കുന്നില്ല, ജുബ്ബ ധരിക്കുന്നില്ല, അങ്ങനെ തുടങ്ങി മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്. അപ്പൊ ഈ നിൽക്കുന്ന ആദർശത്തിൽ നിൽക്കുമ്പോൾ പിന്നെ തൗബ ചെയ്യൂല. അങ്ങനെ വരുമ്പോൾ ആ പിടച്ച വിശ്വാസത്തോടു കൂടെ തന്നെ മരിച്ചുപോയാൽ അവൻ നരകത്തിലെത്തിപ്പോടും. അതുകൊണ്ട് ഗൗരവത്തോടു കൂടെ ഓർക്കാൻ ഞാൻ പറയുന്നു. മൗലിദിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല. ഇനി അതേപോലെ സുന്നികൾ ചെയ്യുന്ന വേറെ കാര്യമുണ്ട്, എന്നാൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഏതാണത്? മരിച്ചു പോയാലും റസൂലുള്ളാഹി അടക്കമുള്ള മഹാന്മാർക്ക് മഹത്വമുണ്ട്. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് മാത്രമുള്ള റസൂലല്ല, ഖിയാമത്ത് നാൾ വരാനുള്ള മുഴുവൻ ആളുകൾക്ക് റസൂലാണ്, മഹ്ശറയിൽ നമ്മുടെ നേതാവാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളോട് സങ്കടങ്ങൾ പറയാം, റസൂലുള്ളാഹിയോട് കാര്യങ്ങൾ ചോദിക്കാം, റസൂലുള്ളാഹിനോട് സലാം പറയാം. ഇത് ഇസ്ലാം പഠിപ്പിച്ചു തന്ന ശൈലി നോക്ക് നിങ്ങൾ. 5 നേരത്തെ നിസ്കാരം ഫർളാണ്. ആ നിസ്കാരം പടച്ച നമ്പുരാന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുസല്ലി ഫർളുഹുരി ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു അക്ബർ, സമിഅല്ലാഹു ലിമൻ ഹമിദ, എല്ലാം അല്ലാഹ് 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 എന്നാണ്. എന്നാൽ ആ നിസ്കാരം സലാം വീടുന്നതിന്റെ തൊട്ട് മുമ്പ് അതിന്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ നമ്മളെല്ലാവരും കണക്ഷൻ മദീനയിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയേ അവിടത്തേക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. ഇവിടെ മരിച്ച റസൂലുള്ളാഹിനോടല്ലേ സലാം പറയുന്നത്?
ആ റസൂലിനെ കേൾക്കൂലെങ്കിൽ പിന്നെ അസ്സലാമു അലനബി എന്ന് പറഞ്ഞാ പോരെ? ഇത് നേർക്കുനേരം നമ്മൾ സലാം പറയുന്ന പോലെ മദീനയിലേക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അള്ളാന്റെ ഹബീബ് കേൾക്കുമെന്ന വിശ്വാസം. എങ്കിൽ അത് നിസ്കാരത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ സ്വഹാബിയായ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാരിന് അസുഖം വന്നപ്പോ സ്വഹാബത്ത് കാണാൻ വേണ്ടി ചെന്നു. സ്വഹാബത്ത് ചോദിക്കൂ, യാ അബാ ഹംസ ഇസ്തകൈതാം, സുഖം ഇല്ല അല്ലേ? അതേ, ഇസ്തകൈതു, ഞാൻ നിന്റെ അസുഖത്തിനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. അത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് വിളിച്ച മോനെ. ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചു, യാ മുഹമ്മദ്. ഖുത്ബിയത്തിൽ വിളിക്കുന്ന പോലെ, യാ ഗൗതു യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഈ ശൈലിയിൽ യാ മുഹമ്മദ് റസൂലുള്ളാഹിനെ അങ്ങ് വിളിച്ചു. അതോടുകൂടെ കാൽ സുഖപ്പെട്ടുപോയി. ഇത് സ്വഹാബിയ, വഹാബിയല്ല, സഖാഫിയല്ല. സ്വഹാബി വിളിക്കുക. കാലശേഷം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാം മഹാനവർകളോ, റസൂലുള്ളാഹി വഫാത്തായി ഏകദേശം ഒരു 10-90 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. ആ അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ റസൂലുള്ളാഹിനെ നേർക്കുനേരെ വിളിച്ചുകൊണ്ട്, യാ സയ്യിദസ് സാദാത്തി ജൂതുക ഖാസിദ അർജൂരിലാക വ അഹ്തമി ബിഹിമാക യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാലി ഗിനാക. നബിയേ, അവിടുത്തെ കാവലും അവിടുത്തെ പൊരുത്തവും തൃപ്തിയും ഈ പാവപ്പെട്ട അബൂ ഹനീഫയ്ക്ക് തരണേ. നേർക്കുനേരെ വിളിച്ചതാ. അതേ ചോദ്യം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഖുറമൽ ഖുറമ അലാ താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബിക്കും. വഫാത്ത് നബി തങ്ങളെ നേർക്കുനേരെ വിളിച്ചു. ആ വിളിയാണ് ഇന്ന് നമ്മളും വിളിക്കുന്നത്. ഇത് തെറ്റാവോ, കുറ്റാവോ? പക്ഷെ വഹാബി പറയുന്നത് ശിർക്കാണ് എന്നാണ്, ജമാഅത്ത് സ്വാമി പറയുന്നതും ശിർക്കാണ് എന്നാണ്. എന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവോ, അവർ ഈ വിഷയത്തിൽ നിലപാടെന്താണ്? കേട്ടോളൂ. ഇതിന്റെ 62-ാമത്തെ പേജിൽ ചോദ്യം, യാ റസൂലല്ലാ പുക്കാർനാ, അല്ലാഹുവിന്റെ ഹബീബ നബിയെ എന്തൊരാള് വിളിച്ചാൽ കേട്ടോളൂ, യാ റസൂലല്ലാ ദൂർ സേ യാ നസ്ദീഖ് ഖബർ ശരീഫ് സേ പുക്കാർനാ ജായിസ് ഹേ യാ നഹി. ഒരാൾ മദീനയിൽ റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിലോ തൊടുപുഴയിലാണ് നിൽക്കുന്നത്, മുർക്കാശ്ശേരിയിലാണ് നിൽക്കുന്നത്, എവിടെയാണെങ്കിലും ശരി, ഇടുക്കി ജില്ലയിൽ നിന്നിട്ട് യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ, മുത്തു നബിയെ കൈപിടിക്കണേ എന്നെങ്ങാനും ഒരാൾ വിളിച്ചാൽ അത് ശരിയോ തെറ്റോ? തബ്ലീഗ് ജമാഅത്ത് എന്തെന്നറിയാതെ, ഉള്ളിൽ കിടക്കുന്ന ദോഷമറിയാതെ, വഞ്ചന ബോധ്യപ്പെടാതെ, നല്ല വേഷവിധാനങ്ങളും പ്രവർത്തനക്ഷമതയും കൊണ്ട് അവരെ കൂടെ പോയി കുടുങ്ങിയ എന്റെ സഹോദരങ്ങളുണ്ടോ? നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കോ. ഈ ഉള്ളവൻ ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതുവരെ നിഷേധിച്ചിട്ടില്ല. മറുപടി കേട്ടോളൂ നിങ്ങൾ. अंबिया अलैहिस्सलातु वस्सलाम को इल्मे गैब नहीं तो या रसूल अल्लाह कहना भी ना जायज होगा. അംബിയ മുർസലീങ്ങൾക്ക്, നബിമാർക്ക് മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ഇല്ല എന്ന് വെക്കുമ്പോൾ അത് മറ്റൊരു വശമാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാതാ നിങ്ങളുടെ കൽബാകാമെന്നോര് മഹാന്മാരാകുന്ന ഔലിയാക്കൾക്ക് അങ്ങനെ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ റസൂലുള്ളാഹിനെ കുറിച്ചടക്കം പറയുന്നു, അങ്ങനത്തെ കഴിവ് അവർക്കില്ല, എങ്കിൽ വിളിക്കാനും കൊള്ളില്ല എന്നിട്ട് പറയുന്നു. അഗർ ഇങ്ങനെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് പറഞ്ഞാലൊക്കെ എന്തൊന്ന് ഓ ദൂർ സേ സുൻതേ ഹേ ബസബബ ഇൽമേ ഗൈബ്, ഇൽമുൽ ഗൈബ് കാരണമായി ദൂരെ നിന്ന് വിളിച്ചാലും നബി തങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചാൽ തോ ഖുദ് കുഫ്ർ ഹേ, അത് തനിച്ച
കുഫറാകുന്നു. നഊദു ബില്ലാഹ്. അപ്പോൾ മുരിക്കാശ്ശേരിയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന്, നമ്മുടെ ിൽ എവിടെയെങ്കിലും വെച്ചിട്ടോ അല്ലാഹുവിന്റെ റസൂൽ കാണും കേൾക്കുമെന്ന വിശ്വാസത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദര, ബഗ്ദാദിലെ മൊയ്തീൻ ശൈഖ് അവിടെ കിടക്കട്ടെ, മലപ്പുറത്തെ മമ്പത്തപ്പാപ്പ അവിടെ കിടക്കട്ടെ, മടവൂര ശൈഖ് അവിടെ നിൽക്കട്ടെ, അജ്മീർ ഹാജ് അവിടെ നിൽക്കട്ടെ, ഇബ്രാഹിം ബാത്തിഷാത്ത് നിൽക്കട്ടെ, മുഴുവൻ അമ്പിയാക്കളെ തലവൻ, ഔലിയാക്കൾ ലീഡർ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വഫഖറൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി. ലോകത്തുള്ള സകലമാന നേതാക്കളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ്. അവിടത്തെ കടക്കുമ്പോ വിളിച്ചില്ലേ ഇബ്നു ഉമർ, അവിടത്തെ വിളിച്ചില്ലേ അബൂ ഹനീഫത്തുൽ കൂഫി, അവിടത്തേക്ക് വിളിച്ചില്ലേ മഹാന്മാരൊക്കെ വിളിച്ചതാണ്. ആ വിളിയെ സംബന്ധിച്ച് തബ്ലീഗ് ജമാഅത്താകുന്ന റംഗോഹി പറഞ്ഞതെങ്കിലാണ് അബൂ ഹനീഫ തങ്ങളെ മതം അംഗീകരിക്കുന്നവരും കാഫിറാണ്, ഉമർ ഖാദി കാഫിറാണ്, ഉമർ മുദ്രിമരും കാഫിറാണ്, സാധുക്കളായ ഞങ്ങളൊക്കെ കാഫിറുകൾ തന്നെ. ഇങ്ങനൊരു വിശ്വാസം തബ്ലീഗിനുണ്ടെങ്കിൽ, സപ്പോസ് ഞാൻ പണ്ടുകളിലേക്ക് രേഖയാണല്ലോ വായിച്ചത്, ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രസ്ഥാനത്തോടു കൂടെ നമ്മൾ ജുബ്ബയും താടി എത്ര വെച്ചിട്ട് എന്താ കാര്യം? കുറേ നിസ്കരിപ്പിച്ചെല്ലാം നടത്തി, അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോൾ ഇവരെയൊക്കെ കാഫറാക്കിയ കാരണത്താൽ നരകാവകാശിയായാലോ വല്ല ഫലവും കിട്ടുമോ? നമ്മൾ പറയലുണ്ട്, വിശന്ന് മരിച്ചൊരു ചങ്ങാതിയെ പിന്നെ ചോറിൽ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല. ഏത് വിശക്കുന്ന മേത്ത ഭക്ഷണം കൊടുക്കേണ്ടത്? വിശന്ന് പൊരിഞ്ഞു, ഇൻഷാ അല്ലാഹ് അങ്ങനെ ഞാൻ വിഷയം ആവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പോകാൻ പാടില്ല. വിഷയങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കുമല്ലോ. ഇപ്പൊ ഇന്നലെ ഞാൻ അവസരം കൊടുത്തു, തുറന്ന അവസരം. ആകെ ഒരാളാ ചോദ്യം ചോദിച്ചു, അതിന് സുന്നിയായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് റാഹത്ത് കിട്ടിയില്ല. അപ്പൊ പിന്നെ തോന്നി വിഷയം കുറിച്ച് പറയായിരുന്നു. ആ വിഷമം വാപ്പ മരിച്ച ദുഃഖം ഉമ്മ മരിച്ചപ്പോ തീർന്നു പോലെ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്തതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിപ്പോ ഇസ്തിഹാസയുടെ വിഷയമാണ് ഞാൻ പറഞ്ഞത്, മൗലൂദിന്റെ വിഷയമാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ സുന്നിയും മുജാഹിദും ജമാഅത്തും തമ്മിൽ തർക്കത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ ഇവരുടെ വിശ്വാസം അങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് സമർത്ഥിക്കാൻ രേഖകളുണ്ട്, നേതാക്കന്മാർ അവരുടെ സമർത്ഥിക്കാൻ രേഖകളുണ്ട്. എല്ലാറ്റിനും പുറമെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ കക്ഷികളാണെന്ന് പറയാനും കഴിയും. ഇത് ഞാൻ രൂക്ഷമായി വിമർശിക്കാനോ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. വിഷയത്തിന്റെ ഗൗരവം, ഇതൊരു വിശ്വാസബന്ധമായ കാര്യം ആയതുകൊണ്ട് മറ്റ് അഭിപ്രായ വ്യത്യാസം പോലെ ഇതിനെ കാണരുത്. പിന്നെ അറിയാതെ പോയ ആളുകൾക്ക് അല്ലാഹു തആല അഫ്വ് കൊടുക്കുമല്ലോ, പക്ഷെ ഇപ്പോൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി വിഷയങ്ങൾ ചോദിക്കാനും അതേപോലെ വസ്തുനിഷ്ഠമായി സത്യം മനസ്സിലാക്കാനും ഒക്കെ ശ്രമം നിങ്ങൾ നടത്തിയാൽ ഇൻഷാ അല്ലാഹ് പരലോകത്തേക്ക് പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്കും സംഘടിപ്പിച്ച സംഘാടകർക്കും അതിന്റെ ഒരു നേട്ടം ലഭിക്കും. അല്ലാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ്. അതുകൊണ്ട് ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ആരോ പറഞ്ഞു ഇതിങ്ങനെ നീണ്ടുപോയാൽ പിന്നെ സംശയം ചോദിക്കാൻ ഗ്യാപ്പില്ല തോന്നുന്നു, സമയം തീർക്കാണോ ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഇത്തക്കും അവാദിയ തുക നാളെ സഹോദരന്മാരെ കുറിച്ച് അങ്ങനെ വിഷമം ഉണ്ടാകാൻ പാടില്ലല്ലോ. പിന്നെ നാളെ പണിക്ക് പോകേണ്ട ആളുകളും വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നീണ്ടുപോയെങ്കിലും സംശയം തീർത്തിട്ടാണ് പോയാൽ സമാധാനമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനാണ്, ആരോഗ്യകരമായി നിങ്ങൾ ചോദിക്കുക.